أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين أولئك الذين حق عليهم القول في أمم قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين ولكل درجات مما عملوا وليوفيهم أعمالهم وهم لا يظلمون ويوم يعرض الذين كفروا على النار أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون. സൂറത്തുൽ അഹ്കാഫിന്റെ 17-ാമത്തെ ആയത്ത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവളഅത്ഹു കുർഹ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين أولئك الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم في أصحاب الجنة وعد الصدق الذي كانوا يوعدون. മാതാപിതാക്കളോടുള്ള കടമകൾ പറഞ്ഞു. അതിനുശേഷം സമയം പൂർത്തിയായാൽ 40 വയസ്സായാൽ സന്ദർഭത്തിൽ പറഞ്ഞ ദുആ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം. പിന്നീട് അല്ലാഹു പറഞ്ഞു ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അവർ ചെയ്തതിൽ ഏറ്റവും നല്ല സുകൃതങ്ങളെ നന്മയെ അല്ലാഹു സ്വീകരിക്കും അവരെ തൊട്ട്. വനതജാവുസ അൻ സയ്യിആതിഹിം, അവരുടെ പാപങ്ങളെ നാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ഫി അസ്ഹാബിൽ ജന്ന, സ്വർഗവാസികൾ. വഅദ സിദ്ഖില്ലദീ കാനൂ യുഅദൂൻ, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യം എത്ര സത്യമാണ്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയാൻ വല്ലദീ ഖാല ലിവാലിദൈ, വല്ലദീ ഒരുവൻ ഖാല ലിവാലിദൈ, അവനവന്റെ മാതാപിതാക്കളോട് പറഞ്ഞു ഉഫ്ഫില്ലക്കുമാ. ഉഫ്ഫില്ലക്കുമാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, ഉഫ് എന്ന് പറഞ്ഞാൽ വെറുപ്പുളവാക്കുന്ന വാക്കാണ്, അറപ്പുളവാക്കുന്ന വാക്ക് ഉഫ്. ഉഫ്ഫില്ലക്കുമാ, നിങ്ങൾക്ക് നാശം, നിങ്ങൾ വെറുപ്പിക്കുക. ഉഫ്ഫില്ലക്കുമാ. അതഇദാനിനി, നിങ്ങൾ എനിക്ക് താക്കീത് നൽകുകയാണോ, എന്നോട് വാഗ്ദാനം ചെയ്യുകയാണോ, അൻ ഉഖ്റജ, എന്നെ പുറപ്പെടുവിക്കുമെന്ന്. വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി,
ഒരുപാട് തലമുറകൾ എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരൊന്നും പുറപ്പെടുവിക്കാത്ത അവസ്ഥയിൽ എന്നെ മാത്രം പുറപ്പെടുവിക്കുന്നതാണോ നിങ്ങൾ പറയുന്നത്? വഹുമ, ആ മാതാപിതാക്കൾ യസ്തഗീസാനില്ല, അവർ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യാൻ, അള്ളാഹിനോട് എന്ത് ചെയ്യാണ്? സഹായം അർത്ഥിക്കാൻ. എന്നിട്ടൊരു വൈലക്, നിനക്ക് നാശം, ആമിൻ, നീ വിശ്വസിക്കുക, ഇന്ന വഅദല്ലാഹി ഹഖ്, നിശ്ചയം അള്ളാഹുവിന്റെ വാഗ്ദാനം ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, അവൻ പറയും മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, ഇത് മുൻഗാമികളുടെ ഒരു കെട്ടുകഥയല്ലാതെ മറ്റൊന്നുമല്ല എന്നവൻ പറയും. ഉലായിക, അക്കൂട്ടരാണ്, അല്ലദീന, ഒരു കൂട്ടർ, ഉലായിക അല്ലദീന, ഒരു കൂട്ടർ, ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ, അവരുടെ മേൽ വാക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു, ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആ സമുദായത്തിൽ, ഇന്നഹും കാനൂ ഖാസിരീൻ, അവർ നഷ്ടവാളികളായിരുന്നു. വലികുല്ലിൻ ദറജാത്തുൻ, ഓരോരുത്തർക്കുമുണ്ട് അതിൻ്റെ പദവികൾ, മിമ്മ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ കാരണമായി, വലിയുവഫിയഹും അഅ്മാലഹും, അവരുടെ അമലുകളെ നാം അവർക്ക് പൂർണ്ണമായി നൽകും, വഹും ലാ യുദ്ലമൂൻ, അവരോട് അക്രമം ചെയ്യപ്പെടുകയില്ല. വയൗമ യുഅറദുൽ ലദീന കഫറു അലന്നാർ, അവിശ്വാസികളായ ആളുകളെ നരകത്തിന്റെ മേൽ പ്രത്യക്ഷമാക്കപ്പെടും. അദ്ഹബ്തും തയ്യിബാതികും ഫീ ഹയാത്തി ദുന്യ, ഭൗതിക ജീവിതത്തിൽ അതിൻ്റെ സുഖങ്ങളെയെല്ലാം നിങ്ങൾ പാഴാക്കി കളഞ്ഞു. വസ്തംതഅതും ബിഹ, അതുകൊണ്ട് നിങ്ങൾ സുഖമനുഭവിക്കുകയും ചെയ്തു. ഫൽയൗം, ഇന്നത്തെ ദിവസം, തുജ്സൗന അദാബൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷ നിങ്ങൾക്ക് പ്രതിഫലമെന്ന നിലയിൽ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ബിമാ കുന്തും തസ്തക്ബിറൂന, നിങ്ങൾ അഹംഭാവം നടിച്ചതിന് കാരണമായിട്ട്, ഫിൽ അർദ്, ഭൂമിയിൽ, ബിഗൈരിൽ ഹഖ്, അകാരണമായി, വബിമാ കുന്തും തഫ്സുഖൂൻ, നിങ്ങൾ തോന്നിവാസം, തെമ്മാടിത്തരം പ്രവർത്തിച്ചത് കാരണമായിട്ട്. വല്ലദീ ഖാല ലിവാലിദൈഹി, ഒരുവൻ അവന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഉഫ്ഫിൽ ലക്കുമ, നിങ്ങൾക്ക് നാശം, വെറുപ്പ്. അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, ഫലാ തഖുൽ ലഹുമ ഉഫ്ഫിൻ വലാ തഖുൽ ലഹുമ ഉഫ്ഫിൻ വലാ തൻഹർഹുമ വഖുൽ ലഹുമ ഖൗലൻ കരീമ വഖ്ഫിദ് ലഹുമ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമ കമാ റബ്ബാനി ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ അഹദു ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറു അഹദുഹുമ ഔ കിലാഹുമ ഫലാ തഖുൽ ലഹുമ ഉഫ്ഫിൻ, മാതാപിതാക്കൾ ഇരുവരിൽ ഒരാളോ അല്ലെങ്കിൽ ഇരുവരുമോ നിങ്ങളടുക്കൽ ഉണ്ടാവുകയും, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറു അഹദുഹുമ ഔ കിലാഹുമ, അല്ലെങ്കിൽ രണ്ടുപേരുണ്ട്, ഫലാ തഖുൽ ലഹുമ, അവർ രണ്ടുപേരോടും നീ പറയരുത് ഉഫ്, ഉഫ് എന്ന് പറയരുത്, ഛേ എന്ന് പറയരുത്. ഉഫ്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഫ് എന്നുള്ള വാക്കിനേക്കാൾ ചെറിയൊരു വാക്കുണ്ടെങ്കിൽ അതും അള്ളാഹു പറഞ്ഞേനെ എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമുക്ക് മ്ലേച്ഛമായ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണ്ടാലാണ് നമ്മൾ എന്ത് പറയല്, ഛേ എന്ന് പറയും. മാതാപിതാക്കള് വാർദ്ധക്യത്തിലെത്തി, പിന്നെ അവരെ മലമൂത്ര വിസർജനവും മറ്റൊക്കെ അവരറിയാതെ പോവാൻ തുടങ്ങി. അതൊക്കെ വൃത്തിയാക്കുമ്പോഴും മറ്റൊക്കെ നമുക്ക് ഒരിക്കലും എന്തുണ്ടാവരുത്, ഒരു വെറുപ്പ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഛേ എന്നുള്ള ആ വാക്കല്ല. ആ വെറുപ്പിന്റെ ഒരു പ്രകടനവും ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഉമ്മക്ക് വെറുപ്പുണ്ടാവില്ല ആരോട്? ആ ചെറിയ കുട്ടികള് എന്തെല്ലാം ആക്കിയാലും ഒന്നൊരുക്കും ഒരു പ്രശ്നമില്ല. കുട്ടീനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അന്നൊരുക്കൊരു സഹിക്കും.
ഇതേപോലെ അല്ലാഹു തആല പറയണം ഛേ എന്ന് പറയരുത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉഫിനേക്കാൾ ചെറിയ വാക്കുണ്ടെങ്കിൽ അതും ആര് പറഞ്ഞേനെ? അള്ളാഹു നിരോധിച്ചേനെ. അള്ളാഹു നിരോധിച്ച വാക്കാണ് എന്ത്? മാതാപിതാക്കളോട് അങ്ങനെ പറയരുത് എന്ന്. ഇവിടെ പറഞ്ഞത് വല്ലദീ ഖാല ലിവാലിദൈഹി, ഒരുത്തൻ അവന്റെ മാതാപിതാക്കളോട് പറഞ്ഞു എന്ത്? ഉഫില്ലക്കുമ, നിങ്ങൾക്ക് നാശം, നിങ്ങൾ വെറുപ്പിക്കലെയോ, വെറുപ്പിന്റെ അടയാളം പ്രകടമാക്കി. ആരോട്? മാതാപിതാക്കളോട്. എന്നിട്ട് ഇവൻ ചോദിക്കാണ് അതഇദാനിനി, നിങ്ങൾ രണ്ടുപേരും എന്നോട് പിന്നെ വാഗ്ദത്തം ചെയ്യാണോ അല്ലെങ്കിൽ എന്നെ താക്കീത് ചെയ്യുകയാണോ? അൻ ഉഖ്റജ, എന്നെ പുറപ്പെടുവിക്കുന്നതിന് തൊട്ട്, എന്ന് വെച്ചാൽ മരണത്തിന് ശേഷം വീണ്ടും എന്താക്കും? ഉയർത്തെഴുന്നേൽപ്പിക്കലുണ്ടാവുമെന്ന് ആര് പറഞ്ഞു? മാതാപിതാക്കൾ പറഞ്ഞു അങ്ങനൊന്നും കളിക്കല്ലേ, മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതുകൊണ്ട് മോനെ നീ അങ്ങനെ ആവല്ലേ എന്ന് ആര് പറയാണ്? മാതാപിതാക്കൾ പറയാണ്. അപ്പൊ ഇവ എന്ത് പറയാണ്? ഔഫില്ലക്കുമ, നിങ്ങൾക്ക് നിങ്ങൾ വെറുപ്പിക്കാണ്. ഇന്ന് തെക്കന്മാരൊക്കെ പറയില്ലേ വെറുപ്പിക്കല്ലെന്നൊക്കെ, അതേപോലെ പറയാണ്. ആ ഒരു സംഭവം പറയാണ് അല്ലാഹു. എന്നിട്ട് ഇവൻ പറയാണ് വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് കുറെ തലമുറകൾ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. വാപ്പാരും വല്യപ്പാരും ഖബർസ്ഥാൻ നിറച്ചു ആരുണ്ട്? എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരുണ്ട്. അവരാരും എന്ത് ചെയ്തിട്ടില്ല? ഇങ്ങോട്ട് മടങ്ങി വന്നിട്ടില്ല. ഇതിപ്പോ സ്ഥിരം ഡയലോഗല്ലേ. നിങ്ങൾ ഇന്നെങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കണ്ട. അവിടെ മരിച്ചുപോയ കുറെ ആൾക്കാരുണ്ട്, ഓലാരും എന്ത് ചെയ്തിട്ടില്ല? ഇങ്ങോട്ട് മടങ്ങി വന്നിട്ടില്ല. എന്നിട്ട് നിങ്ങളിപ്പോ എന്നെങ്ങനെ രണ്ടാളും കൂടി എന്ത് ചെയ്യാണ്? ബേജാറാക്കുകയാണോ, എന്നെ വെറുപ്പിക്കുകയാണോ എന്ന് ചോദിക്കാണ്. അവൻ പറഞ്ഞത് വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് ധാരാളം തലമുറകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞു പോയിട്ടുണ്ട്. വഹുമാ യസ്തഗീസാനില്ല, അവർ രണ്ടുപേരും അള്ളാഹിനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ടുപേരും ഇവൻ ഉൾട്ട പുൾട്ട പറയാണ്. ഇന്നത് സ്ഥിരാട്ടോ, കോളേജ് പഠിക്കുന്ന ചെക്കന്മാർക്ക് ഇതിനേക്കാളും വലുത് പറയും. വയസ്സായ വല്യമാരും വാപ്പാരൊക്കെ ഉണ്ടാവും, എങ്ങനെങ്കിലുമൊക്കെ പഠിച്ച് ഞങ്ങളെ ഭാവിയിൽ നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എവിടേക്ക് പറഞ്ഞേക്കണേ. ഏതെങ്കിലും കോളേജിലൊക്കെ അവർക്കൊക്കെ പറഞ്ഞേക്കണം. അവിടെ എത്തി നിരീശ്വരവാദം മറ്റൊക്കെ പാടെ തലക്കേറിയിട്ട് പിന്നെ ഉമ്മയും വല്യമ്മയൊന്നും പറഞ്ഞാൽ എന്താവൂല, ഇവനക്ക് മനസ്സിലാവൂല. പിന്നെ പരലോകത്തിനെയും മറ്റൊക്കെ നിഷേധിക്കലാണ് പരിപാടി. എന്തിനാണ് നിഷേധിക്കണമെന്നറിയോ? എന്തിനാ? സ്വസ്ഥായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പരലോകം ഉണ്ടെന്ന് പറഞ്ഞ പ്രശ്നമാണ്. പിന്നെ അമൽ ചെയ്യണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി കഷ്ടപ്പെടണം. ആദ്യം പരലോകത്തിനായിട്ട് നിഷേധിച്ചാൽ എന്തായി? പിന്നെ ഒരു ടെൻഷനും ഇല്ലല്ലോ. ഇവിടെ ലൈഫ്, ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടി? ആസ്വദിക്കേണ്ടി, എൻജോയ് ചെയ്യേണ്ടതാണ്. ഇവിടെ ആകെ കുറഞ്ഞ കാലമേ ഉള്ളൂ. ഇവിടെ നല്ല അടിച്ചുപൊളി എൻജോയ് ലൈഫ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അവ കേൾക്കുമ്പോൾ സ്വാഭാവികം ഇവനും തോന്നുന്നത് ശരി തന്നെയാണ്. എന്തിപ്പോ വെറുതെ മരണത്തിന് ശേഷം ജീവിതം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നിന്ന് അത് നിസ്കരിച്ച് ഇത് നിസ്കരിച്ച് ആറാമ് കാണാതെ വെള്ളം കുടിക്കാതെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് ഗേൾ ബോയ് ഇല്ല, ഗേൾ ബോയ്, മറ്റേത് ഫ്രണ്ട്, അത് ഇത് ഇതൊക്കെ ഇല്ലാതെ എന്ത് ജീവിതമാണ് ഇവര്? വെറുതെ ഒരു ഈ കാലഘട്ടത്തിൽ ഒരു മന്ദന്മാരായി ജീവിക്കാണ് ഇവര്. എന്താ അവർക്ക് കൾച്ചറില്ല, ബുദ്ധിയില്ലേ? മരിച്ചിട്ട് പിന്നെയും വരെ മണ്ണും എല്ലും ഒക്കെ ആയിട്ട് എത്ര ആൾക്കാർ മുമ്പ് മരിച്ചു. ഇനി ആരെങ്കിലും ഒരാളെന്നാൽ അവിടെ മടങ്ങി വരണ്ടേ എന്നൊക്കെ ചോദിക്കാണ്. അപ്പൊ ഇവരാകെ ചെയ്യാനുള്ള പണി എന്താണ്? വഹുമാ യസ്തഗീസാനില്ല, അവർ രണ്ടുപേരും എന്തായി? അള്ളാഹിനോട് സഹായിച്ചു. ഇതൊക്കെ ആരെന്നെ കഴിച്ചിലാക്കണോ? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇതൊന്നും തർക്കിച്ചിട്ട് എന്താവൂല വൈ. നിങ്ങൾ കുറച്ചൊന്ന് കയറിയിരിക്കോ. വെടയിലെ വെടവ് പൂച്ചകളി അയാളിനെ കണ്ണാട്ടി പേടിപ്പിക്കുന്നുണ്ട്. ആര്? നിങ്ങൾക്കത് കാണേണ്ട ആവശ്യമില്ല, ഞാനല്ല ഇങ്ങനെ നോക്കണേ. വെറും ഞെട്ടിക്കല. കുറച്ചിങ്ങോട്ട് കയറി എന്നാലും ആ വെടവെന്ന് കുറച്ചിങ്ങോട്ട് വഹുമായസ്തഗീസാനില്ല, അവർ രണ്ടുപേരും അള്ളാഹിനോട് എന്ത് ചെയ്യാൻ തുടങ്ങി? കാരണം ഇതൊന്നും ആരെന്നെ കഴിച്ചിലാക്കണോ? നിങ്ങൾ പറയും. തല തിരിഞ്ഞാൽ പിന്നെ എത്തു കാട്ടാൻ കഴിയില്ല. പിന്നെ പറയുന്നതിനനുസരിച്ച് എന്താ കൂടുക? യുക്തി കൂടും. അതുകൊണ്ട്
ചിലതൊക്കെ ഉണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടേ ഇടപെടാൻ പാടുള്ളൂ. ചെറിയ വക്കത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നോട്ടെ. അതിന് തോണ്ടാൻ പോയാൽ എന്താവും? ഒന്നായിട്ട് കീപ്പിട്ട് കൊഴിഞ്ഞാടി പോവും. മനസ്സിലായില്ലേ? ചിലതങ്ങനെ ഉണ്ട്, ഒന്നായിട്ട് അവിടെ കൊഴിഞ്ഞാടി പോവും. പിന്നെ തോടിയിട്ടും കാര്യം ഉണ്ടാവില്ല, എടുക്കാനും കിട്ടൂല, ആകെ കുടുങ്ങി എന്ന മയിലുണ്ടാകുക. തൽക്കാലം അവിടെ അങ്ങനെ നിന്നോട്ടെ. എപ്പോഴെങ്കിലൊക്കെ കാറ്റടിച്ചുമ്പോൾ അങ്ങോട്ട് മറിഞ്ഞിട്ടിയാൽ അതാണ് വഹുമാ യസ്തഗീസാനില്ല. അവർ രണ്ടുപേരും അള്ളാഹിനോട് സഹായം ചോദിച്ചു. കാരണം ഹൃദയത്തിനെ തിരിക്കേണ്ട ആളാരാണ്? അള്ളാഹുവാണ്. ഹൃദയത്തിന് തിരിക്കേണ്ട അള്ളാഹ്. നല്ല നല്ല കുടുംബത്തിലെ ചെക്കന്മാർ ഉമ്മാര് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. നല്ല കുടുംബത്തിലെ ബാപ്പ പഠിപ്പിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റൂല. നല്ലപോലെ പഠിപ്പിച്ച കുട്ടികൾ, നല്ല ദീനി മാഹൂലുണ്ടായ കുട്ടികൾ, നിസ്കാരം നോമ്പൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ. പക്ഷേ തലക്ക് അള്ളാഹു താല ഹിദായത്ത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ അള്ളാഹു താല ഹിദായത്ത് കൊടുക്കണ്ട വെച്ചാൽ ഒന്നും കാട്ടാൻ കഴിയില്ല. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ പറയുന്നു, നമ്മദക ലൗലാ മഹ്തദൈന വലാ സദ്ദഖ്ന വലാ സല്ലൈന. ഒരു പാട്ടില്ലേ, ലൗലാ നീ എങ്ങാനും ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ, വലാ സദ്ദഖ്ന വലാ സല്ലൈന, ഞങ്ങൾ സദഖയും ചെയ്യൂല, ഞങ്ങൾ ലൗലാ അൻത മഹ്തദൈന വലാ സദ്ദഖ്ന വലാ സല്ലൈന, നീ എങ്ങാനും ഞങ്ങളെ ഹിദായത്തിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സദഖയും നോമ്പും ഞങ്ങൾ നിസ്കാരമൊന്നും ഞങ്ങളിൽ നിന്നുണ്ടാവൂലായിരുന്നു. സത്യത്തിൽ നമ്മൾ നിസ്കാരം, നമ്മൾ ഈ പള്ളിൻ്റെ ആൾക്കാരും നമ്മൾ അള്ളാന്റെ ആൾക്കാരൊക്കെ ആയതിപ്പോൾ ആരെ തൗഫീഖ്? അള്ളാഹു തആല ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടാണ്. ഹിദായത്ത് എപ്പോഴാ വലിക്കുക എന്ന് അറിയാനേ പറ്റൂല. ഹിദായത്ത് വലിക്കുക എന്നുള്ളത് അറിയാനേ പറ്റൂല. അതുകൊണ്ട് ഹിദായത്തിന്റെ മേലെ നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത് അൽ ഹയ്യു ലാ യുഅ്മനു അലൈഹിൽ ഫിതൻ, ജീവിച്ചിരിക്കുന്ന ആളിൽ ഒരിക്കലും ഫിത്തനയെന്ന് അയാൾ നിർഭയനല്ല. എന്താണ് ജീവിച്ചിരിക്കുന്ന ആള് പറയും? ഫിത്തനയിൽ നിന്ന് എപ്പോഴാ അയാളെ ഹിദായത്ത് ഊരി പോവാന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾക്ക് പിൻപറ്റണമെങ്കിൽ അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബിതങ്ങളെ സഹാബാക്കളെ പിൻപറ്റിക്കോളി. അവർ മരിച്ചുപോയവരാണ്. പക്ഷെ അവരെ പറ്റി നബിതങ്ങൾ എന്ത് പറഞ്ഞതാണ്? അവർ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടവരുമാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പിൻപറ്റാൻ പൂതിണ്ടെങ്കിൽ ആരെ പിൻപറ്റുക? സഹാബാക്കളെ പിൻപറ്റുക. വല്ലാണ്ട് ഒരാളെ നമുക്കൊന്നും ആക്കാൻ പറ്റൂല. ഏത് ശൈക്ക് എപ്പോഴാണ് മറിഞ്ഞു വീഴുകയെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല ഒരാളെ പറ്റി. അതുകൊണ്ടാണ് പറഞ്ഞത് അൽ ഹയ്യു ലാ യുഅ്മനു അലൈഹിൽ ഫിത്തൻ, ജീവിച്ചിരിക്കുന്ന ഒരാളിൽ ഫിത്തനയെ പറ്റി നിർഭയനാവാൻ പറ്റൂല. കാരണം എപ്പോഴും അയാളെ ഹിദായത്ത് അല്ലാഹു ഊരാന്ന്. ഹിദായത്ത് കിട്ടി എന്നതിന്റെ പേരിൽ ഊരൂലെന്ന് ഒരു ഉറപ്പില്ല. ആകെ അത് നബിമാർക്ക് മാത്രമേ ഉറപ്പുള്ളൂ. നബി ആയാൽ പിന്നെന്താവൂല, പിന്നെ ഹിദായത്തിന് അള്ളാഹു പിൻവലിക്കൂല. വേറെ എല്ലായിടത്തും പിൻവലിക്കും. അതുകൊണ്ട് ഹിദായത്തിന് വേണ്ടി, അതുകൊണ്ടാണ് നിസ്കാരത്തിൽ എപ്പോഴും എന്ത് ചോദിക്കാൻ പറഞ്ഞത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഹിദായത്ത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളൊന്നും ഗൗരവാക്കില്ല. നമ്മളെ അവകാശമായിട്ട് കാണാൻ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ, പിന്നെ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ഞങ്ങളെ ഹൃദയത്തിൽ നിന്ന് അതിനെന്ത് ചെയ്യരുത്? നീ വലിച്ചൂരി കളയരുത്. നീ ഞങ്ങളെന്ന് അതിന് തെറ്റിച്ച് കളയരുത്. ആ വഴി നിന്ന് എന്താക്കരുത്? ആരാ പറയുന്നേ? ഖുർആനാണിത്. നബിതങ്ങൾ സാധനങ്ങളെ കാര്യമായൊരു ദുആയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റുന്നവനായ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണേ. മനസ്സിലായോ? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അതാണ്. അതുകൊണ്ട് ഓന്റെ കുട്ടി മുത്തദ്ദായി നിരീശ്വരവാദിയായി എന്ന് പറഞ്ഞ് പാട്ടുകാടി നടക്കാനൊന്നും നിൽക്കണ്ട. ഓന്റെ കുട്ടി ചാടിപ്പോയി, ഓന്റെ കുട്ടി മറ്റുള്ള കൂടെ പോയി ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം അതൊക്കെ എപ്പം ആരിൽ എങ്ങനെ വരുന്ന് ആർക്കും വരാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അവളെ 12ാം ക്ലാസ് വരെ പഠിപ്പിച്ചിരുന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മക്കനോട് ഊരില്ല, അവള് നിസ്കാരപ്പായി നീക്കല്ല.
ഒക്കെ നമ്മൾ പറയും, പക്ഷെ എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇത് ഹിദായത്തിന്റെ കേസാണ്. എപ്പോഴത് ഊരാ തെറിപ്പിക്കുക ഒന്നും അറിയാൻ കഴിയില്ല. ഇതിനോട് മനുഷ്യർക്ക് ഖദറില്ലെങ്കിൽ അത് വലിച്ചൂരി കളയും. ഇതിനോട് ഖദറില്ലെങ്കിൽ, കിട്ടിയ നിയമത്തിനോട് ഖദറില്ലെങ്കിൽ, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല, പലപ്പോഴും ഈ കുട്ടികളൊക്കെ ഏതെങ്കിലുമൊക്കെ പഠിച്ച് വലുതായി ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ എത്തുമ്പം സ്വാഭാവികമായിട്ട് ഇസ്ലാം പലപ്പോഴും ആ സ്വൈര്യ ജീവിതത്തിന് എന്താവും, തടസ്സമായി നിൽക്കും, ഇടങ്ങാറായി നിൽക്കും. ഉദാഹരണത്തിന് കമ്പനി ഒരു ടൂർ പോവാണ്, അതിലൊരുത്തന്നെ നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഏത് ശ്രദ്ധിച്ചു നോക്കിയല്ലേ, നമുക്ക് ഭയങ്കര സന്തോഷമുള്ളതുകൊണ്ടാണ് നിസ്കാരം എന്താവാത്തത് ഇടങ്ങാറാവത്ത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ദൂര അയിമത്തിന് പിന്നെ എന്താവും, അസർ അയിമത്തിനും മാരിപ്പാവും, അയിമത്തിനും പിന്നെ ഇഷാവും. അപ്പൊ ഏതെങ്കിലുമൊക്കെ കമ്പനി ഹരത്തിലൊക്കെ കൂടുമ്പോൾ തോന്നുന്നു, ഇത് ഞാനിപ്പം ഇവിടെ മായിരിയാണെങ്കിൽ എനിക്കിപ്പോ ഇതിനൊന്നും ഓൾക്ക് പൈൻ്റൊന്നും ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ തട്ടടന്റെ ആവശ്യമില്ലല്ലോ, ഇതിങ്ങനെ കൗത്തിരിട്ട് നടക്കൊന്നും വേണ്ടല്ലോ എന്നൊക്കെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, അത് തീരുമാനമാക്കിയിട്ടുണ്ടാവും. ഇനി വെറുതെ കഷ്ടപ്പെട്ടതിൽ നിൽക്കണ്ട, എനിക്ക് പറ്റിയ വഴി ഞാൻ കാണിച്ചു തരാൻ. അന്നതുണ്ടാവൂല, ഏതെങ്കിലും സമയത്ത് അത് അള്ളാഹു തീരുമാനമാക്കി വിടും. അതുകൊണ്ടാണ് ദീനിനോട് ഒരിക്കലും നാഖദിരുണ്ടാവരുത് എന്ന് പറഞ്ഞത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്നും നമ്മളോട് ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. നിങ്ങളെന്റെ ഈ വാക്ക് നല്ലപോലെ ശ്രദ്ധിക്കും. ചെയ്യാൻ ചിലപ്പോൾ നമ്മളോട് കഴിഞ്ഞില്ല എന്ന് വരും. ദീനിന്റെ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ സാഹചര്യത്തിന്റെ പേരിലോ ബലഹീനതന്റെ പേരിലോ ഒക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് വരും. പക്ഷേ ഒരിക്കലും അതിനെന്താക്കരുത്, നിഷേധിക്കുകയോ നിസ്സാരമാക്കുകയോ ചെയ്യരുത്. എന്റെ ബലഹീനതയോട് കഴിയാതെ പോവുകയാണ്, ശരിക്കും അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ലായിരിച്ചിട്ട് അതിനെ ഇടിച്ചിട്ട് എന്താക്കരുത്. സത്യസന്ധമായി ഇപ്പോൾ ഒരാൾ കൃത്യമായി ജമാഅത്ത് പോകുന്നുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി പീടിയെന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ വേറൊരു കച്ചവടക്കാരനാണ്, എന്നോട് ആൾക്കാർക്ക് എത്ര പോകാൻ ഇങ്ങനെ പോകണേ, എത്ര പോകാനില്ലേ കഥ ഉണ്ടോ, അതിനൊക്കെ നിന്നാ അതിന് പറ്റും. അല്ലല്ല, നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണ് പോകേണ്ടത്. ഓൻ്റെ ഈമാനും ആൾക്കുള്ളതുകൊണ്ട് നടക്കാണ്. നമ്മളൊക്കെ ബലഹീനരായതുകൊണ്ട് നമ്മൾ കള്ളാതെ നിസ്കരിച്ചാണ്, അത്രയുള്ള നമ്മളെ കുറവാണ് എന്നെങ്കിലും പറയാം. അല്ലാണ്ട് അത് കുറ്റാക്കി പറഞ്ഞാൽ അവൻ ദീനിനോട് കതിർ കാണിക്കാത്തവനാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വരുന്നതാണ്. ഏത് ദീനിയായി ഒരാൾ ജീവിക്കണേ കണ്ടാൽ ഓന്റെ മേത്തേക്ക് കയറുക. പക്ഷെ നമ്മളോട് കഴിയില്ലെങ്കിൽ കഴിയില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനോട് കതിർ കാണിക്കണം, അൽമത്തുണ്ടാവണം, അതിനോട് മഹത്വം ഉണ്ടാവണം. അതങ്ങനെയാണ് വേണ്ടത്. ഇന്റെ വിലയുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയാത്തതാണ്, അത്രയും മനസ്സിലാക്കാവൂ. അല്ലാണ്ട് ചെയ്യുന്നവരെ കുറ്റം പറയാ, അവരെ ബലഹീനതകൾ പറയാ. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇസ്ലാം ഇങ്ങനൊക്കെ ആയിട്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ കുടുങ്ങിയത് എന്ന് തോന്നിയാൽ അള്ളാഹു താല പറയും, ഇസ്ലാം കൊണ്ടുള്ള ബുദ്ധിമുട്ട് തൽക്കാലം ഞാൻ അവിടെ മാറ്റി തരാം, അജിയോട് ഇങ്ങോട്ടാക്കിയാളാ, ഇജാട് വിട്ടോന്ന് പറയും. ആര്? അള്ളാഹു താല. അതുകൊണ്ട് ഈ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്ത്, പഴയ കാലത്തും കുട്ടികളില്ലേ, പഴയ കാലത്തും ഇഷ്ടംപോലെ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ച ടീച്ചർമാരും കുട്ടികളൊക്കെ ഇല്ലേ, ഓരന്റെ ഉള്ളിലൊക്കെ എന്തിന്റെ കതിറുണ്ടായിരുന്നു, ദീനിന്റെ കതിറുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഓരോ ഏത് മാവൂല് പോയാലും ഓരോ പോലെ ഇസ്ലാമിനെയും കൊണ്ട് ഭയങ്കര ഇത് പോവുക. അല്ലെങ്കിൽ യുവജനോത്സവം കലോത്സവം ഒക്കെ ഉണ്ടെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കുട്ടികളെ കൊണ്ടുവരണമെങ്കിലും ഓല അതിന്റെ അടുത്തുള്ള വീട്ടിലെങ്കിലും പോയിട്ട് എന്താക്കും, ഭക്ഷണം കഴിക്കാതെ നിസ്കരിക്കുന്ന ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാനുള്ള ആ ടൈമേ ഉണ്ടാവുള്ളൂ. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്താക്കിയാൽ മതി, നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയി നിസ്കരിച്ച് ദീനിനോടെന്നും കതിർ കാണിച്ചിരുന്നവർ. അതുകൊണ്ട് അവർ നിലനിന്നു. ഇന്നത്തെ സാഹചര്യം എന്താ പറഞ്ഞാൽ, അങ്ങോട്ട് എത്തിപ്പെട്ടാൽ പിന്നെ ദീനിനെ നിഷേധിക്കുന്ന വിഭാഗം ആൾക്കാരാണ് ആര്? അധികം ആൾക്കാരും. ദീനിനെ നിഷേധിക്കുന്ന ആൾക്കാരാണ് അധികം ആൾക്കാരും. അതുകൊണ്ട് അതിനോടുള്ള കതിർ പോയി. ആ കതിർ പോയാൽ അപ്പൊ അല്ലാഹു തആല അതിനെ ഊരിക്കളയും. അതുകൊണ്ട് സഹോദരന്മാരെ സ്നേഹന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ദീനിനോട് എപ്പോഴും നമുക്ക് ഖദറുണ്ടാവണം. മക്കളെ വെറുപ്പിക്കും ചെയ്യരുത്. എന്ത് ചെയ്തിട്ട് ഞാൻ അധികമായി കണ്ട ഒരു വലിയ കാര്യം എന്താ പറഞ്ഞാൽ, വാപ്പാരെ വെറുപ്പിക്കലുണ്ട്, ഉമ്മാരെ വെറുപ്പിക്കലുണ്ട്, മക്കള് തലയിരിഞ്ഞു വെച്ചിട്ടുണ്ട്. മക്കൾ തലയിരിയ എന്നുവെച്ചാൽ ഓർക്കൊരു സ്വാതന്ത്ര്യമായിട്ട് കിട്ടുമ്പത്തിനും പിന്നെ ഓല് അതിലേക്ക് അടുപ്പ് പോവാണ്. വെറുതെ നിസ്കാരം, വെറുതെ അതിങ്ങനെ പറഞ്ഞെന്തൊക്കെ. എല്ലാ മക്കളും ഒരേ മൈരല്ല ഉണ്ടാകുക ആണോ? ചിലർക്ക് ഇറിറ്റേഷൻ കയറും. ഇറിറ്റേഷൻ കയറിയാൽ വിപരീത വല ചെയ്യുക.
ഉൾട്ട പെരെന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഇപ്പൊ അടുത്ത 2 ആഴ്ച 3 ആഴ്ച മുമ്പ് ഉൾട്ടടിച്ചു. നല്ലൊരു പെൺകുട്ടി, എല്ലാവർക്കും അത്ഭുതം. പക്ഷെ ഓൾക്ക് ഉൾട്ടടിച്ചിട്ട് ഓളെ വാപ്പനോട് ഓളെ അമ്മനോടുള്ള എന്താണ് ദേഷ്യം, ഓളെ കാണുന്ന തന്നെ ദേഷ്യം. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. ഓരെന്താ ചിന്തിക്കണേ? ഓരിന്റെ കുട്ടി എന്താ വരുത് കേടായി പോരുത് എന്ന് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ. അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് മക്കളെ സാഹചര്യങ്ങളെ നന്നാക്കുക. ഓർക്ക് ദീനിനെ ആന്റി കേൾക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ അറിയാതെ എളുപ്പമുള്ള വഴി അതായതുകൊണ്ട് അതിലോട്ട് പോകും. നല്ല നല്ല കുട്ടികൾ ചോദിക്കും, എന്താപ്പം അങ്ങനെ മതമൊന്നും വേണമെന്നൊന്നുമില്ലല്ലോ, ജീവിതത്തിൽ എന്ത് ചെയ്താൽ മതി? നന്മ ചെയ്താൽ മതി. ഇപ്പോഴത്തെ കുട്ടികൾ ട്രെൻഡ് അതാണ്, ആൾക്കാർക്ക് ഉപകാരം ചെയ്യുക, ആൾക്കാർ നല്ലതാണ്, എല്ലാവരും സ്വർഗത്തിൽ കാണുന്നതൊക്കെ ഓരോ അബിള് പറയുന്നതാണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് തോന്നുന്നത് അവരൊക്കെ ഓരോ താൽക്കാലികമായ കാര്യലാഭത്തിന് പറയാണ്. അതുകൊണ്ട് ഭായി ഈ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വെറുപ്പിക്കരുത്. കയ്യിനും മാതാപിതാക്കൾ മക്കളെ ഒരു പ്രത്യേക ലെവലിലേ ഉപദേശിക്കാവൂ. കയ്യിനും സ്നേഹിച്ച് കൂട്ടിപ്പിടിക്കുക. ഉപദേശമൊക്കെ വേറെ ആരോടെങ്കിലും ഓൾക്ക് പറ്റിയ, ഓൾക്ക് ഇഷ്ടമുള്ള, അത് നല്ല അന്താസിൽ നല്ല ക്വാളിറ്റിയിൽ പറയാൻ പറ്റിയ ആൾക്കാരോടൊക്കെ പറയാം. അല്ലെങ്കിൽ ഫ്രണ്ട്സാക്കി, അല്ലെങ്കിൽ കൂട്ടിപ്പിടിച്ച് കൊണ്ടടന്നിട്ട് സ്നേഹത്തിൽ പറയാം, വെറുപ്പിക്കാതെ പറയാം, സന്ദർഭത്തിനനുസരിച്ച് പറയാം. ഇന്നെ ഒക്കെ നന്നാക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഇതൊക്കെ പാടെ പൊട്ടിപ്പോലെ. ഈ ഒരു സാധനം വളക്കണമെങ്കിൽ അതിന്റെ എന്ത് വേണം? ഇപ്പൊ പൈപ്പ് വളക്കും, അതിന് ചൂടൊക്കെ പിടിച്ച് ചൂടാകുന്നതിനനുസരിച്ച് എന്താക്കണം? ഒരാക്രൂട്ടിയോട് വളച്ചാട് പൊട്ടിപ്പോവും. അതിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ചൂടൊക്കെ അങ്ങനത്തെ പതുക്കെ കുടിച്ച് അങ്ങനെ വളക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ മക്കളെയും എല്ലാവരെയും നമ്മൾ വിചാരിക്കും എന്റെ മോനാണ്, ഞാനാണ് തിന്നാൻ കൊടുക്കണേ, ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് എന്താ ഓനുള്ളത് എന്നൊക്കെ. ബൈ ആ കാലഘട്ടമൊക്കെ എന്തായിന് കഴിഞ്ഞെന്നുള്ള ഈ കാക്കൊക്കെ അറിയില്ല. മൂപ്പര് അതേ കാലഘട്ടം തന്നെ ചിന്തിക്കണേ. മൂപ്പരെ വാപ്പ പറഞ്ഞ മര്യാദക്കട അനുസരിച്ച മകനായിരിക്കും അയാള്. അതൊക്കെ കഴിഞ്ഞു. കാരണം സ്കൂളിലൊക്കെ അങ്ങനത്തെ കോച്ചിങ്ങാണ് നടക്കണേ. സ്കൂളില് ചെങ്ങായിമാര് എത്ര എന്റെ വാപ്പ ഒരു മൂരാച്ചിയാണല്ലോ ഒക്കെ ഒരു 10 ആള് പറയുമ്പോ ബെൻക്കെന്നെ തോന്നുന്നു എന്ത് എന്റെ വാപ്പ ഒരു മൂരനാണ്, ഒരു മൂരാച്ചിയാണ്, എത്ര ചെങ്ങായി എന്റെ വാപ്പൻ. എന്റെ ചില വാപ്പാരുണ്ട് ചെങ്ങായിമാരോട് അവിടെ കടിച്ചാളും. എന്ത് നിങ്ങൾ അങ്ങനെ ആക്കണം, നിങ്ങൾ ഇങ്ങനെ ആക്കണം എന്നൊക്കെ. അപ്പൊ ചെങ്ങായിമാർക്ക് അവന്റെ വാപ്പനെ കാണുമ്പോൾ തന്നെ തടിയെടുക്കും. മൂര വാപ്പ, അവന്റെ വാപ്പ. പിന്നെ ബെനിട്ട് പൂസും. അപ്പൊ ഓൻക്കെന്നെ വാപ്പനോട് ദേഷ്യം പിടിക്കും. അങ്ങനെ ഓനെ ഉൾട്ടടിച്ചാൻ തുടങ്ങും. നിങ്ങൾക്ക് മനസ്സിലുണ്ടായി? കാരണം ഈ കാലഘട്ടം സ്വാതന്ത്ര്യത്തിന് ഒരുപാട് മുന്നിലെത്തിന്. ഓരോരുത്തർക്കും അവരവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നതാണല്ലോ എല്ലാവരും പറഞ്ഞത്. എന്താ ഇവിടെ അവകാശമല്ലേ, ഓന്റെ റൈറ്റ് എന്നാണ് എന്താന്ന് പറയല്, അങ്ങനൊക്കെ പറയും. അതില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എത്തും കാട്ടാൻ പറ്റില്ല. എല്ലാവർക്കും റൈറ്റായി, ലെഫ്റ്റ് ഇല്ലാതായി. അതുകൊണ്ട് അയച്ചപ്പെട്ട ഒരു ടീമാണിത്. ആര് വഴി വഖാലല്ലദീ എന്താണ് വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലക്കുമാ അതഇദാനിനി, നിങ്ങൾ എന്നോട് താക്കീത് ചെയ്യാണോ, അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വാഗ്ദാനം ചെയ്യാണോ? എന്ത്? അൻ ഉഖ്റജ, അഖ്റജ യുഖ്രിജ് എന്നാണ്, പുറപ്പെടുവിക്കുക. എന്നെ രണ്ടാമതും പുനരുദ്ധാനം നടത്തും നിങ്ങളിനോട് പറഞ്ഞിങ്ങനെ ഇതാക്കുകയാണോ നിങ്ങൾ? വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരാരും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. അത് കേട്ടപ്പോൾ നമ്മക്കും അപ്പക്കും മനസ്സിലായി ഇതെന്താ ഇനി എവിടുന്നോ നിരി കയറി വരികയാണ്. മനസ്സിലായില്ലേ? എവിടുന്നോ തലക്ക് കുടുങ്ങിയത്. അതുകൊണ്ടാണ് ഓഹുമായ സ്തഗീസാനില്ല. ഒരു പിന്നെ വേഗം ചെയ്ത പണി എന്താണ്? ഒരല്ലാഹ്നോട് സഹായം അർത്ഥിച്ചു. എന്നിട്ടോ അവർ പറഞ്ഞു വൈലക്ക്, നിനക്ക് നാശം, അങ്ങനെ അല്ലേ കുടുങ്ങടാ, വൈലക്ക്. നാശം എന്ന് പറഞ്ഞാൽ നശിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ല, അതൊരു പ്രയോഗമാണ് അറബിയിലെ. വൈലക്ക് എന്ന് പറഞ്ഞേ, മനസ്സിലായില്ലേ? അതെ. എന്നിട്ട് പറ ആമീൻ, നീ വിശ്വസിക്ക്. ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ വിശ്വസിക്ക്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദത്തം എന്താണ്? അത് സത്യമാണ്. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്?
അള്ളാനെ അതിനുശേഷം സ്വർഗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അള്ളാന്റെ വാഗ്ദാനാണ്. ഇതെന്താണ്? ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, ഇത് അള്ളാഹിന്റെ വാഗ്ദാനാണ്, ഇത് ഹക്കാണ് എന്നവർ പറഞ്ഞു. ഫയഖൂൽ, അപ്പൊ അവൻ പറയാണ് മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലി, ഇത് ആ പഴയ കാലത്തിലെ എന്താണ് ആ പുരാണം, ആ പഴയ കെട്ടുകഥ. ഇപ്പോഴും അതിങ്ങനെ വിശ്വസിക്കുന്നോളൂ. ഇതേതാ നൂറ്റാണ്ടെന്നൊന്നും അറിയില്ല, അത് ടെക്നോളജിന്റെ കാലഘട്ട. അന്ധവിശ്വാസമൊക്കെ പഴയ മൊയ്യന്മാരൊക്കെ പറഞ്ഞു കേട്ട് ഇപ്പോഴും ഇങ്ങനെ വിശ്വസിച്ച് അന്തല്ലാന്ന് നടന്നോളൂ. കാലഘട്ടമായിട്ട് തിന്നറോ അങ്ങനെ ശാസ്ത്രത്തിന്റെ അത് ഇതും ഒക്കെ അത് പറയും. അതന്നെയാണ് പറഞ്ഞത്. ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, മുൻഗാമികളുടെ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നല്ല ഇത്. മനസ്സിലായി നിങ്ങൾക്ക്? എന്ന് വെച്ചാൽ ഇത് അള്ളാഹു ഒരു ഉപമ പറയാണ്. എന്ത്? ഒരുത്തൻ മാതാപിതാക്കളെ അനുസരിക്കണ കഥ പറഞ്ഞിട്ട് അള്ളാഹു വേറൊരു ഉപമ പറഞ്ഞുതരാണ്. സത്യത്തിൽ ഈ ഉപമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നൂറക്കണക്കിന് യാഥാർത്ഥ്യങ്ങളാണ്. ഇതിങ്ങനെ സംഭവിച്ച ഒരു ഉപമ അള്ളാഹു പറഞ്ഞുതരാണ്. ഒരുത്തൻ ഇങ്ങനെ സത്യത്തിൽ ഇത് ഇന്ന് കേൾക്കുമ്പോൾ നമുക്കിത് എന്താണ് ഓരോ പെരയിലും അമ്മനോടും വാപ്പനോടും പറഞ്ഞമാതിരി ഉണ്ടാവും. ഞാനിതൊക്കെ ഇതിങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. നാളെ അമ്മി വാപ്പിയാണ് ആൾക്കാരാരാ? ഈ ചെക്കന്മാരാ. ചെക്കന്മാര് ഈ ഉഫിലക്കുന്റെ ചെക്കന്മാരാണ്. എനിക്ക് മനസ്സിലായില്ല. ഈ ചെക്കന്മാരാണ് നാളെ തമ്മി വാപ്പിയും. ഇവലെന്തെങ്കിലും പറയോ? ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് പറഞ്ഞാല് വിശ്വാസമുള്ള അമ്മന്റെയും വാപ്പന്റെയും ഒക്കെ മക്കളായി ആ അടിപ്പടയിൽ ജീവിച്ച നമ്മളായതുകൊണ്ടാണ് നമുക്ക് എന്തായത്. നാളെ വരുന്ന കുട്ടികളെ കഥ എന്തേക്കും? ഓരോ കുട്ടികളോട് എന്താ പറയാ? ഇപ്പം തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട്, മദ്രസ വിടാത്ത മുസ്ലിമായ അമ്മന്റെയും വാപ്പന്റെയും മക്കളായി ജനിച്ച ആൾക്കാർ മദ്രസ വിടില്ല. ഓരോ ഇഷ്ടത്തിന് ഒരു വലുതാകുമ്പോൾ തെരഞ്ഞെടുത്തോട്ടെ. ഇപ്പൊ ഈ ഒരു അടുത്ത സമയത്ത് ഒരു ചങ്ങായിനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ വർത്താൻ പറയുമ്പോൾ ഭയങ്കര ഒരു മറ്റേതാക്കി പറഞ്ഞതാണ്. ഏത്? അവൻ ഭയങ്കര ഒരു വിശാല കാഴ്ചപ്പാട് ഉള്ള ആളെ പോലെ എന്നോട് പറഞ്ഞതാണ്. ഞാൻ കുട്ടികളെ മദ്രസയിലൊന്നും അയച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു വലുതാകുമ്പോൾ ഓൽക്ക് ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാം എടുത്തോട്ടെ, ഓൽക്ക് വേണ്ടത് എടുത്തോട്ടെ, നമ്മൾ പോലെ നിർബന്ധിക്കൊന്നും വേണ്ടെന്ന്. ഇപ്പോഴൊക്കെമാരെന്നെ അങ്ങനെ. പിന്നെ ആരാത് പറയാനുള്ളത് കുട്ടികളോട്? അതുകൊണ്ട് മക്കളെ തർബിയത്ത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മളെന്താണ് പറഞ്ഞാൽ ലൈൻ മാറിക്കേറി, റൂട്ട് മാറിക്കേറി. നല്ല റബ്ബറൈസ്ഡ് റോഡ് കണ്ടപ്പം അയിമലോട്ട് ചവിട്ടാൻ തുടങ്ങി. ഇടയ്ക്ക് ചെറിയ റോഡ് ഇറങ്ങിയിട്ട് അപ്പുറത്തെ റോഡുമ്മക്ക് കയറാൻ കഴിഞ്ഞു. അതൊക്കെ നമ്മൾ കട്ടറാന്ന് പറഞ്ഞിട്ട് വിട്ട്. ഇന്ന് വരുമാന മാർഗവും ജീവിത സുഖങ്ങൾക്കും വേണ്ടിയിട്ട് ആൾക്കാർ ഏതൊക്കെയോ വിദ്യാഭ്യാസങ്ങളെ തെരഞ്ഞെടുത്ത് മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വാപ്പാർക്ക് മക്കൾ നഷ്ടപ്പെടാറർത്ഥം മരിച്ചു പോയാന്നല്ല, പിന്നെ ഉപകാരമില്ലാതായ പിന്നെന്താ പറയല്? ഒരു തെങ്ങുണ്ട്, അതിമ തേങ്ങ ഉണ്ടായില്ല, പിന്നെ അതെന്താണ് അതിനോട് കാര്യം? തെങ്ങുണ്ട്, ആ തെങ്ങത്തിനുണ്ട് 16 തേങ്ങ ഒന്നും മേലുണ്ടായില്ല, പിന്നെ ഇപ്പത്താ തെങ്ങോട്ട് കാര്യം? ഇതേമാതിരി ഉപകാരമില്ലാത്ത മക്കളുടെ എന്താ കാര്യം? മാതാപിതാക്കൾക്ക് ഉപകാരം കിട്ടാത്ത മക്കളെ കൊണ്ട് എന്താ കാര്യം? അതിനാരാ കുറ്റക്കാരി? നമ്മൾ തന്നെയാണ്. നമ്മളൊക്കെ മാതാപിതാക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു എന്ത്? മാതാപിതാക്കൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് വളരുന്നത്. ഇത് ഖുർആനായതുകൊണ്ടുള്ളതാണ്. +2ന്റെ ബുക്കിലോ SLCന്റെ ബുക്കിലോ 8ാം ക്ലാസ്സിലോ 1ാം ക്ലാസ് മുതൽ +2 വരെ അല്ലെങ്കിൽ ഡിഗ്രി വരെ ഇതൊന്നും പഠിപ്പിക്കില്ല. എന്നാൽ കാര്യമായിട്ട് പഠിക്കുന്നത് ഓരൊക്കെ അതാണ്. അതിന് ട്യൂഷൻ കൊടുക്കുക. ആകെ മദ്രസയിൽ 3/4 മണിക്കൂറോ അരമണിക്കൂറോ ഉണ്ടായിരുന്നു, ബാക്കി ഫുൾ ടൈം അപ്പുറത്തല്ലത്. അവർക്കിത് മനസ്സിലാവില്ല. പിന്നെ ദുനിയാവിന്റെ മേച്ചിൽപ്പുറങ്ങളും അതിന്റെ രസങ്ങളിലേക്കും പോവാൻ കുട്ടികളൊക്കെ. ഞാൻ ഇപ്പം ഒരു ചെക്കനെ കണ്ടു, നല്ല കുടുംബത്തിലുള്ള കുട്ടിയാണ്. ഓന് നല്ല കുട്ടി തന്നെയാണ്. ഓൻ പറയണേ ഓനക്ക് ഇത് 3rd ഇയർ ആണോ? ഞാൻ ചോദിച്ചു 3rd ഇയർ അല്ലേ, ഇനിയിപ്പോ ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞല്ലോ. 2 കൊല്ലം കൊണ്ടൊന്നും കഴിയില്ല, കാരണം ഒരൊറ്റ പേപ്പറും ഓന് കിട്ടിയില്ല. ഏത് ഒക്കെ എഴുതിയെടുക്കണല്ലോ. അപ്പൊ ഞാൻ എന്തിനൊക്കെ പണി എന്തേലും? ഒന്നുമില്ല, കമ്പനി കൂടി അങ്ങനെ നിന്ന്
ഹോസ്റ്റലിലാണ് നിൽക്കണ്. ഹോസ്റ്റലിൽ പറഞ്ഞാൽ സ്വന്തം പേരെടുത്തിട്ട് 5-6 ആൾക്കാർ കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ അങ്ങനെ നിൽക്കുക. പാപ്പാരിങ്ങനെ പൈസ കൊടുക്കും. വാപ്പക്കും അറിയില്ല ഇതെന്ത്, ഇവന് പേപ്പറൊന്നും കിട്ടിയില്ല, മര്യാദയ്ക്ക് പരീക്ഷ ഒന്നും ചെയ്തില്ല. ഓൻ്റെ ഏട്ടൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നാണ്. ഏട്ടൻ ചെറുതായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടപെടണ്ടെന്ന് വിചാരിച്ചിട്ട് പതുക്കെ ജുസ്താനൊന്നും കണ്ട് ഞാനോട് ചോദിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് വന്നാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കമ്പനിയോട് ഇങ്ങനെ ആരൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞാണ്, ഒറ്റ പേപ്പറിൽ കുറേ ഇതാണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുട്ടികളങ്ങനെ പോവാണ്. പഠിക്കണ്ടോ? അതുമില്ല. എന്നാ പെരേന്ന് പോണതൊക്കെ വലിയ ഡിഗ്രിക്കും വിദ്യാഭ്യാസത്തിനുമാണ്. മക്കൾ നശിച്ചു പോവാണ്. പിന്നെ ഒരു നിരീശ്വരത്തിന്റെ വാക്കുകൾ പറയാൻ തുടങ്ങും. ഒരു മോനെ നിരീശ്വരവാദിയാക്കാൻ കൊണ്ടുപോയിട്ട് ചേർത്തിട്ട് എന്താ കാര്യങ്ങൾ പറയും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ, ഈ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ തന്നെ ഇടപെടുന്ന ആൾക്കാരിൽ ഒട്ടുമിക്കവും നിരീശ്വരവാദത്തിന്റെ ആൾക്കാരാണ്. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ കൂടി ആ സാധനം ഉണ്ടാവും ഇങ്ങനെ. അല്ലെങ്കിൽ ഇത് ഈ ടീച്ചർമാരും മാഷന്മാരൊക്കെ ഒന്ന് ബഹുമാനിക്കണം പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ കൊടുത്തൂടെ? ഇവർ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അലിഫും ബാവും അല്ലെങ്കിൽ ABCD പഠിപ്പിച്ചെന്ന ആൾക്കാരാണ്, അവരോട് മാന്യമായി പെരുമാറണമെന്ന് ഒരു ചാപ്റ്റർ കൊടുത്താൽ എന്ത് നഷ്ടമുള്ളത്? കൊടുക്കൂല. കാരണം ഇവൽക്കറിയാം ഇത് അദബും മര്യാദ ഇല്ലാത്ത സമുദായം ആവണം, ഉണ്ടാവണം. അപ്പോളെ മതത്തിൽ നിന്ന് എന്താ ഉള്ളൂ പുറത്തു ഉള്ളൂ. അതൊരു ഹിഡൻ അജണ്ട ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മളൊക്കെ അറിയാതെ അതിന്റെ ഇരകളാകുകയാണ്. എന്നിട്ട് മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയതിനു ശേഷം, നിരീശ്വരാതൊക്കെ ആയതിനു ശേഷം പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നിപ്പോ എത്ര സ്ഥലത്തുണ്ട് കൂളായിട്ട് അവൾ പറയും ഓൻ പോയി, ഓൻ പിന്നെ ഓന്റെ ടൈപ്പായിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഒരു കുട്ടി ആപ്പിളായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വാപ്പനോട് അങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞു. മൂത്തോൻ പോയി എഴുക്കുപോയി. ഓൻ നിരിയും കുരിയൊക്കെ ആയിട്ട് പോയി. വാപ്പക്കും ഉമ്മക്കൊന്നും ഉപകാരമില്ലാതെ. നമുക്ക് സങ്കടമാവും. 9 മണിക്ക് പെരേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് 11:30 വന്ന് വാതിലിന് ചവിട്ടി തുറന്നു കൊടുക്കാഞ്ഞിട്ട് വാപ്പനെ ചങ്ങായിമാരെ പോലും വിളിച്ചാത്ത തെറി വിളിച്ചു. അയാൾ തല കൈ വെച്ച് ഇങ്ങനെ താഴ്ത്തി വന്നു. പിറ്റേന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതാണ് അവസ്ഥ. കല്യാണം കൂടി കഴിക്കാത്ത ചെക്കനാണ്. അമ്മ തെറി വാപ്പനെ വാതിലിന് ചവിട്ടിട്ട്. നമ്മളിയാർക്ക് ഓരോ ദീനില്ല എന്നിട്ട് വാപ്പ തഹജ്ജുദ് മുടക്കാത്ത ആളാണ്, ഉമ്മ തഹജ്ജുദ് മുടക്കാത്ത ആൾക്കാരാണ്. എനിക്ക് പേഴ്സണൽ അറിയുന്ന ആൾക്കാരാണ്. ഓരോ ഡിസ്കഷനും ഓരോ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയുന്ന ആൾക്കാരാണ്. എത്ര കാട്ടുക? ഓലെന്തായാലും ഈ മക്കളെ കേടെടുത്തില്ലല്ലോ. ഓനെ ഇഫ്ദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചിരുന്നു. അന്ന് കുടുംബങ്ങൾ പ്രശ്നമാക്കിയുകൊണ്ട് അയാൾക്ക് അത്ര പവർഫുൾ ആയിട്ടുമില്ല. അയാളിങ്ങനെ 3 ദിവസമൊക്കെ പോയി ഇങ്ങനെ വന്ന സമയമായിരുന്നു. അയിൽബനാട് വലുതായി പോയി. 5 പിടിച്ചു കൊണ്ടുപോയിട്ട് ഇഫ്ദ് ചെയ്യാൻ കൊണ്ടാക്കിന്. ഇവനെങ്കിലും കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നോട്. പോയി. ഓനപ്പോൾ വാപ്പക്ക് പേടിയാകണ മാതിരിയല്ലത്. ഞാൻ ഒറ്റക്കാലം ആ കുട്ടീനൊക്കെ കറക്റ്റ് അറിയാം. ഓൻ ചെറിയ കുട്ടിയാവുമ്പോൾ വരെ എനിക്കറിയാം. ഞാൻ അങ്ങനെ ആലോചിക്കാണ്, മക്കളെങ്ങാനും ഇങ്ങോട്ട് മേത്തേക്ക് തിരിഞ്ഞ് നമ്മളെന്താ കാട്ടുക? നിങ്ങൾ പറയും. ഒരു പൂച്ചനെ ഓടിക്കുമ്പം പൂച്ച എന്ത് ചെയ്യാണ് വൈ? പൂച്ച ഓടുകയാണ്. ആ ഓടുന്ന പൂച്ച ഒന്നിട്ട് തിരിഞ്ഞെന്നാല് എന്താ നിങ്ങൾ പറയും? പൂച്ചന്റെ ബാഗ് പൂച്ച ഇങ്ങോട്ട് തിരിഞ്ഞെന്നാ നമ്മളുണ്ടാവും ഒരു പോക്ക്. കറക്റ്റ്. പൂച്ചൊക്കെ മാന്യനായതുകൊണ്ട് നമ്മളെന്താകാണ്? കഴിച്ചിലാകാണ്. അല്ലെങ്കിൽ നമ്മൾ ബേജാറാവും. ഇതേമാതിരി ഈ ചെറുതൊക്കെ ഇങ്ങനെ തിരിഞ്ഞാലേ കുച്ച് ഭി നഹീ കർ സക്ത ഭൈ, ജിന്ദഗി ദായി ഹോ ഗയാ, ജീവിതം പാഴായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു മാതാപിതാക്കളാവാതിരിക്കട്ടെ. ഏത് മക്കളോട് പറയുമ്പോൾ ഉൾട്ട പറയുന്നേ. അതുകൊണ്ട് മക്കളെ ദീനിയായി വളർത്താനുള്ള ശ്രമം നടത്തണം. വീട്ടിൽ ദീനിന്റെ മാഹോലുണ്ടാക്കണം. ഉമ്മയും ബാപ്പയൊക്കെ മാന്യമായി ജീവിക്കണം. മക്കളോട് മാന്യമായി പെരുമാറണം. അവരെ പരസ്യമായി അപമാനിക്കരുത്. എന്തിനേക്ക് അപമാനിക്കല്ലേ? ഞങ്ങൾക്ക് നിസ്കരിച്ചാൻ പോത്തനൊക്കെ ചങ്ങായിമാരായിട്ട് അടക്കണ്ടാവും. എന്താ നിസ്കരിച്ച ദൂറ് പോയി നിസ്കരിക്കണം എന്നൊക്കെ പറയാം. ഇയാൾ ഭയങ്കര എന്തോ ദീന് കാര്യം ചെയ്ത മാതിരിയാണ് ഇയാൾക്ക് തോന്നല്. അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും.
കാളത്തന്ത പോലെ ആൾക്കമ്മലെ നിസ്കാരം എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഓൻക്ക് ഇങ്ങനെ എന്തായാൽ ഓൻ്റെതായ ആ കാലിനുള്ള ഉറപ്പും ആ സെറ്റപ്പും ഇങ്ങോട്ടായാൽ ഓൻ തിരിച്ചു പറയാൻ തുടങ്ങും. അത് അന്ന് മുതൽ തുടങ്ങിയ ഇയാൾ ഇതൊക്കെ ഓൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞത് മനസ്സിലായിണ്ടാവും. അതുകൊണ്ട് ഈ മക്കളോടൊക്കെ മാന്യമായി പെരുമാറണം. അതുകൊണ്ടാണ് സൂറത്ത് ലുഖ്മാൻ വായിക്കണം എന്ന് പറഞ്ഞത്. വസായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസിയ്യത്തുണ്ട്. ആരോട്? മകനോട്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപദേശമുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കണം. എന്നിട്ട് മാന്യമായി സ്നേഹത്തിൽ മക്കളെ കൂട്ടി ഉപദേശിക്കുക. സ്നേഹമില്ലാത്ത പരിപാടി നീ പറയുവായി നടക്കൂലട്ടോ, ഞാൻ വാപ്പേണ് എന്നൊന്നും പറഞ്ഞ ആരും നിൽക്കല്ലേ. കാരണം കുട്ടിയൊക്കെ അങ്ങനത്തെ ഉപദേശമല്ല കിട്ടുന്നത്. ചില വാപ്പാരൊക്കെ പറയാം അതൊന്നും എൻ്റെ അടുത്ത് നടക്കൂല, ഞാൻ ഒക്കെ റെഡിയാക്കുന്നു. അതൊക്കെ റെഡിയാക്കും എത്ര കാലം ഓനക്കൊന്നിങ്ങനെ മസിൽ ഉറക്കുന്നത് വരെ. ഓൻ്റെ മസിൽ ഉറച്ചാൽ, കാരണം പഴയ കാലത്തൊക്കെ വീട്ടിൽ നിന്ന് വാപ്പ പുറത്താക്കിയാൽ അവിടെ വീടിന് ചുറ്റും കുട്ടികളുണ്ടാവും. എവിടെ ആ വാതിലിൻ്റെ അടരെങ്കിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞളിച്ചിട്ടുണ്ടാവും. കാരണം ഓനെ എടുക്കും പോകണ്ടാവില്ല. ഇന്നൊക്കെ പുറത്താക്കേണ്ടി അൽഹംദുലില്ലാഹ് അസ്സലാമു അലൈക്കും ഒറ്റ ബെഡിലേക്കും. കാരണം ഓനെ സ്വീകരിക്കാൻ കണ്ടമാന ആൾക്കാരുണ്ട്. ഉണ്ടല്ലേ? ഓരോ വേണ്ടിയൊക്കെ ചെയ്തെടുക്കാനുണ്ടാവും. എല്ലാവരും ഉണ്ടാവും. ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. ഇത് മുൻഗാമികളിൽ നിന്ന് കിട്ടിയ പഴഞ്ചൻ വാക്കുകളാണ്, കെട്ടുകഥകളല്ലാതെ വേറൊന്നുമല്ല എന്നവർ പറയും. ഇതൊക്കെ നിങ്ങളെ പഴയ ഉസ്താമാർ പറഞ്ഞ മൊല്ലാക്കാരും മറ്റൊക്കെ പറഞ്ഞാണ്. ആധുനിക ടെക്നോളജിയും ആധുനിക കാര്യമൊന്നും നിങ്ങൾക്ക് അറിയില്ല, അതൊക്കെ ഇതായിനി അങ്ങട്ടായിനി ഇങ്ങട്ടായിനി എന്നൊക്കെ ഈ മക്കം പറയും. അപ്പോൾ അല്ലാഹു തആല പറയാണ് ഉലൈകല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ. ഇങ്ങനത്തെ ആൾക്കാരുടെ മേൽ അള്ളാഹുവിന്റെ വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ, വാക്ക് അവരുടെ മേൽ എന്തായി? യാഥാർത്ഥ്യമായി എന്ന് വെച്ചാൽ അവർ ശിക്ഷ അവരുടെ മേൽ എന്തായി? നിർബന്ധമായി. ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ്. മുമ്പുള്ള ജനങ്ങളിൽ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുള്ള പലരുടെ മേലും എന്തായിട്ടുണ്ട്? അള്ളാഹുവിന്റെ ശിക്ഷയുടെ വാക്ക് തീരുമാനമായവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ആരും? ഇവനും എന്നുള്ളത് മനസ്സിലായി. ചില ആൾക്കാരെ പറ്റി അള്ളാഹ് എന്ത് പറഞ്ഞിട്ടുണ്ട്? അവരൊക്കെ ശിക്ഷക്കർഹരാണ് എന്ന്. ആര്? ഖാറൂൻ, നമ്രൂദ്, ഫിറഔൻ, അങ്ങനത്തെ ആൾക്കാരുടെ മേലൊക്കെ എന്ത് നിർബന്ധമായി? ശിക്ഷ നിർബന്ധമാക്കിയ വിഭാഗത്തിൽ ആരുമായി? ഉലൈകല്ലദീന, ആ കൂട്ടരുടെ കൂട്ടത്തിലായി. ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ, അവരുടെ മേൽ വാക്കെന്തായിട്ടുണ്ട്? ശിക്ഷയുടെ വാക്ക് തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലി മിനൽ ജിന്നി മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അവർക്ക് മുമ്പുള്ള ആളുകളിൽ ആർക്കവരുടെ മേലെല്ലാം ശിക്ഷയുടെ വാക്ക് നിർബന്ധമായോ അതുപോലെ ഇവന്റെ മേലും നിർബന്ധമായിട്ടുണ്ട്. ഇന്നഹും കാനു ഖാസിരീൻ, നിശ്ചയമായും അവർ നഷ്ടവാളികളായിരുന്നു. വലിക്കുല്ലിൻ, എല്ലാ ഓരോരുത്തർക്കുമുണ്ട് ദറജാത്തുൻ, പദവികളുണ്ട്, പടികളുണ്ട്. മിമ്മ അമിലു, അവർ പ്രവർത്തിച്ചതിനനുസരിച്ച്. വലിയുവഫിയഹും, അവർക്ക് പൂർത്തിയായി കൊടുക്കുന്നതുമാണ്. അമാലഹും, അവരുടെ അമലുകൾ ചെയ്തതിനനുസരിച്ച് അവർക്ക് പൂർണ്ണമായി എന്ത് നൽകും? പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. വഹും ലാ യുസ്ലമൂൻ, അവരെന്ത് ചെയ്യൂല? ആക്രമിക്കപ്പെടുകയില്ല. എന്നുവെച്ചാൽ മശ്ശറയിൽ ഒരാൾ കുറെ ചെയ്തിന്, എന്നിട്ട് അവിടെ നോക്കുമ്പോൾ കാണില്ല. അങ്ങനെ ഉണ്ടാവും. ദുനിയാവിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. എങ്ങനെ? നമ്മൾ അവിടെ എന്തുണ്ടായി, ഇവിടെ ചെയ്തിഞ്ഞ്, അങ്ങനെ ചെയ്തിഞ്ഞ്, അവിടെ പൈസ കൊടുത്തിഞ്ഞ്, ഇവിടെ ചെയ്തിഞ്ഞ്, അവസാനം ഒന്നുമില്ല, അതിന് കണക്കുമില്ല, തലയില്ല, വാലുമില്ല, അങ്ങനെയൊക്കെ പോയിണ്ടാവും.
അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ബേജാറാണ്ട. നിങ്ങൾ ഏത് പാതിരാത്രിയിൽ ഒരു മനുഷ്യൻ കാണാത്തപ്പോഴും നിങ്ങളൊരു അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവും. ഏത് കിതാബില്? നമ്മൾ പാതിരാത്രി കാൽവേദന ഉണ്ടായി അല്ലാന്ന് വിളിച്ചു, അപ്പൊ അതും എഴുതിണ്ടാവും. എവിടെ? അതും ആ കിതാബിൽ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്താലും ഉണ്ടാവും. വലാ യുദ്ലമൂൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്ത് ഞാൻ അവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ ചെല്ലോ, കണക്കിൽ എന്തായാലും തെറ്റുണ്ട്. കാരണം കുറെ 50 കൊല്ലത്തൊക്കെ അല്ലേ, 60 കൊല്ലത്തൊക്കെ അല്ലേ, പല സന്ദർഭത്തിൽ ചെയ്തല്ലേ, കുറെ ചെയ്ത് കാണാനില്ല. അങ്ങനൊന്നും ആരും ഒരാളും പറയേണ്ട, ബേജാറാണ്ട. നന്മയാണെങ്കിൽ അതും ഉണ്ടാവും, തിന്മയാണെങ്കിൽ ഇത് നന്മന്റെ കാര്യം മാത്രമല്ല, തിന്മയാണെങ്കിൽ അതും ഉണ്ടാവും. വലാ യുദ്ലമൂൻ, ഇല്ലാത്ത തിന്മക്ക് അവന്റെ മേൽ വെച്ചിട്ടുക, അങ്ങനെ ഉണ്ടാവുമോ? ഏതായാലും കള്ളുടിച്ചല്ലേ എല്ലാ ദിവസവും, ഓരോ ദിവസം ഉറങ്ങിപ്പോയി കുടിച്ചില്ല, അന്നും എഴുതുക. ഏത്? ഒരു 6 പെഗ് കുടിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതോ, അങ്ങനെ ഇത് ചെയ്യാത്ത ഇതൊന്നുമില്ല, ചെയ്യാത്ത തിന്മ എഴുതൂല. വലാ യുദ്ലമൂൻ, ഖുർആൻ ഈ കാര്യം ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. വലാ യുദ്ലമൂന ഫതീല വലാ യുദ്ലമൂന നഖീറ എന്നൊക്കെ പറയുന്നുണ്ട്. ഫതീൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ മുകളിലുള്ള ആ ചെറിയ പാടുണ്ടല്ലോ, കുരുവൊക്കെ പറഞ്ഞാലാണ് ആർക്ക് മനസ്സിലാകുക? അറബികൾക്കൊക്കെ പറഞ്ഞാലല്ലേ മനസ്സിലാകുക. നമ്മൾ ഈത്തപ്പഴ കുരു ഒന്നും നോക്കില്ല, അതിന്റെ മുകളിലുണ്ടാവും. നഖീർ എന്ന് പറഞ്ഞാൽ അതിനൊരു കുഴി ഉണ്ടാവും, ഈത്തപ്പഴത്തിന്റെ ചാലിന്റെ അവിടെ, അതിൻ്റെ ഉള്ളിലൊരു ചെറിയ സാധനം ഉണ്ടാവും, അതിനാണ് നഖീർ എന്ന് പറയുന്നത്. അത്ര പോലും അള്ളാഹു എന്താക്കൂല, ആ പാടന്റെ അത്ര പോലും അള്ളാഹു അക്രമം ആരോട് ചെയ്യൂല. എന്നുവെച്ചാൽ അവൻ ചെയ്യാത്താണ്, അവന്റെ മേൽ വെച്ചിട്ട, അങ്ങനത്തെ പരിപാടിയില്ല. മനസ്സിലായില്ലേ? കഫറു, അവിശ്വസിച്ചവരായ ആളുകളെ പ്രത്യക്ഷപ്പെടുത്തും. എവിടെ? അലന്നാർ, നരകത്തിന്റെ മേലോൽക്ക്. നരകം ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കും. അതുപോലെ ആകെ എന്താവും? നരകല്ലേ കാണിച്ചു കൊടുക്കണേ. അതിന്റെ കഷ്ടപ്പാടും അതിന്റെ ത്യാഗമൊക്കെ കാണുമ്പം ഓരോട് പറയും, അദ്ഹബ്തും ത്വയ്യിബാതികും ഫീ ഹയാതികും ദുനിയ. ഇതിന്റെ എല്ലാ രസങ്ങളും നിങ്ങൾ എന്താക്കി? ദുനിയാവില് കളിച്ചിട്ട് പാഴാക്കി. എന്നുവെച്ചാ ഈ രസമൊക്കെ നിങ്ങൾക്ക് ഇവിടെ നല്ല രസമുള്ളൊരു ജീവിതം ഉണ്ടായി, പക്ഷെ അത് നിങ്ങൾ എന്താക്കി? ദുനിയാവിൽ സുഖിച്ചിട്ട് എന്താക്കി? അത് പാഴാക്കി, സുഖിച്ചിട്ട് പാഴാക്കി. എന്നിട്ടോ ബിഹ, അതുകൊണ്ടുള്ള എല്ലാ സുഖങ്ങളും എവിടെ ആസ്വദിച്ചു? ദുനിയാവിൽ. ഇവിടുത്തെ ആ സുഖങ്ങളൊക്കെ നിങ്ങൾ പാഴാക്കി. ഫൽയൗമ, ഇന്നത്തെ ദിവസം, തുജ്സൗന അദാബൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷ നിങ്ങൾക്കുണ്ട്. ബിമാ കുന്തും തസ്തക്ബിറൂന ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ചത് കാരണമായിട്ട്. ബിഗൈരി ഹഖ്, എന്തില്ലാതെ? ധർമ്മമില്ലാതെ, കാര്യമില്ലാതെ, അഹങ്കരിക്കാൻ വകുപ്പില്ലാതെ. വബിമാ കുന്തും തഫ്സുഖൂൻ, നിങ്ങൾ തമ്മാടിത്തരം കാണിച്ചതിന്റെ പേരിൽ. സത്യത്തിൽ എന്താണ് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ഒന്ന് ദുനിയാവിൽ അമിതമായി സുഖിക്കുക, അതിന്ന് നമ്മൾ ബോധപൂർവം വിട്ടുക്കാൻ ശ്രമിക്കണം. ബോധപൂർവം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം അതാണ്. ഒരാൾക്ക് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അയാൾ അയാളുടെ സുഖങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിന്നാൽ അല്ലാഹു തആലയുടെ അടുക്കൽ അയാൾക്ക് വലിയ ദർജയുണ്ട്. നമ്മളൊരു കിട്ടിയൊക്കെ സുഖിക്കാനുള്ളതല്ലേ? കിട്ടിയൊക്കെ സുഖിക്കാനുള്ളതല്ല, സുഖിക്കണ്ടെന്നും പറയില്ല, പക്ഷെ അതിന്റെ ആഹ്ലാദത്തിമർപ്പിലേക്ക് പോകരുത്. അതിനൊക്കെ ഒരു മാന്യം മര്യാദയും നമ്മൾ പഴമക്കാർ പറയുന്നുണ്ടല്ലോ, അതിനൊക്കെ ഒരു എന്തുണ്ട്? ഒരു മാന്യം മര്യാദയൊക്കെ ഉണ്ട്. വല്ലാതെ എന്താകരുത്, പൈസ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയില്ലേ പഴമക്കാരെപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, പൈസയും കാര്യമൊക്കെ ഉണ്ട് വിചാരിച്ചിട്ട് അതിനൊക്കെ ഒരു മനുഷ്യനെ പേടിച്ചേണ്ട, പടപ്പള പേടിച്ചേണ്ടെന്നൊക്കെ ചോദിക്കല്ലേ? പടപ്പള ശ്രദ്ധിക്കണ്ടേ? സത്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതുകൊണ്ട് സുഖിക്കണേന് ഒരു ലെവലുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി സുഖങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാഹു അതിന് പ്രതിഫലം തരും. അതാണ് പറഞ്ഞത്, അദ്ഹബ്തും ത്വയ്യിബാതികും ഫിൽ ഹയാത്തി ദുനിയ, നിങ്ങൾ ദുനിയാവിൽ ആ ഒക്കെ പാടെ അടിച്ചുപൊളിയാക്കി തീർത്തു. വസ്തംതഅതും ബിഹ, അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര സുഖം അനുഭവിച്ചു.
പിന്നെ അവനക്ക് എന്താ ഉണ്ടാകുക? സുഖം കൂടുന്നതിനനുസരിച്ചാണ് എന്ത് പോലെ ദീന് പോലെ. നബിതങ്ങൾ ശാസ്ത്രങ്ങൾക്ക് ഒരു ചാക്ക് 4 മടക്കി കൊടുത്തപ്പം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്താണ് വിരിച്ചിരുന്നത്, എന്താ ചെയ്തിരുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ വേറൊന്നും വിരിച്ചില്ല, ആ ചാക്കന്നെ ഒരു മടക്കും കൂടി. നബിതങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു, ഇതിന്റെ മാർദ്ദവം എന്റെ രാത്രിയിലെ ഉണർച്ചയെ എന്നെ നഷ്ടപ്പെടുത്തി. നമ്മളാണെങ്കിൽ ഇന്ന് 3 ലക്ഷത്തിന്റെ ബെഡും അങ്ങനത്തെ തലയാണിയും AC ഒക്കെ ദമ്മിലിട്ടിട്ട് വലിയ പുതപ്പും പൊതിച്ചിട്ട് അങ്ങോട്ട് പുതക്കുക. എന്തിന്? തണുപ്പുണ്ട്. ഇതിനങ്ങനെ ഉസ്താറായിട്ട് ആ കിടക്കയിലൊക്കെ കടന്നാൽ എന്ത് ചെയ്യാൻ കഴിയില്ല, നീച്ചാൻ കഴിയില്ല. നമുക്ക് കറക്റ്റ് അറിയാം. ഞാൻ ജമാഅത്തിലുണ്ടായപ്പോ ഒരു പയ്യൻ എനിക്ക് തലേണെന്നു, അവിടെ കാറൊന്നും എടുത്തിട്ടൊരു തലേണെന്നു ഉസ്താദ് വെച്ചോളിയാണ്. അപ്പൊ ഞാൻ ആ തലേണ വെച്ചപ്പോ ഒരു ഐറ്റംസ് തലയാണ്. ഇനിയിപ്പോ അത് വാങ്ങാൻ പോണ്ട, വരണ്ട, പോട്ടെ, നിങ്ങളോടൊക്കെ പറഞ്ഞാൽ ഉൾട്ടല നിങ്ങൾ പോവാ. അത് പോട്ടെ, ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, വളവന്മാരുണ്ടാവും ഇതിൽ. അതുകൊണ്ട് നമ്മളിന്ന് വലിയ കിടക്കൊക്കെ വെച്ചിട്ട് പൊതച്ചിട്ട് ഏച്ചൊക്കെ ബമ്പം ദമ്മിലിട്ടിട്ട് പുതക്കുക, എന്നിട്ട് കിടക്കുക, എന്നിട്ട് റാഹത്തായിട്ട് സുബഹി തഹജ്ജുദൊക്കെ പോവുക. ഇതാണ് അള്ളാഹു പറഞ്ഞത്. നല്ലോ ആസ്വദിച്ചില്ലായിരുന്നോ? അതുകൊണ്ട് നിങ്ങൾ സുഖം ആസ്വദിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം അള്ള തന്നതാണ്, നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. പക്ഷെ അതിനൊക്കെ ഒരു ഇന്നതുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് 4 മടക്കിയപ്പോൾ നബിതങ്ങൾ ശേഷം പറഞ്ഞ് അങ്ങനെ മടക്കണ്ട, ഏതെന്നെ മതി, 2 മടക്കന്നെ മതി. സുബഹിക്ക് പൊന്തില്ലെങ്കിൽ നിലത്തിറങ്ങി കിടക്കണം തുണി ഇരിച്ചിട്ട്. എന്നാണോ സുബഹിക്ക് കറക്റ്റ് എഴുന്നേക്കുന്നത് അതുവരെ എനിക്ക് പണി എന്താണ്? നിലത്ത് കിടക്കുക. കിടക്കാൻ വഴി ഈ യോഗ്യനല്ല, നിലത്ത് കിടക്കെന്ന് പറയണം. നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? അങ്ങനെയാണ് പഴമക്കാരത്ത് ശരിയാക്കിയത്. ഒരു കാലിൽ നിന്ന് മൊയ്തിമാല അറിയില്ലല്ലോ നിങ്ങൾക്ക്? ഒറ്റക്കാലിൽ ഒരു കത്തം തീർത്തോന്ന്, അതിന്റെ ചോട്ട അങ്ങനെയാണ്, എനിക്കും അറിയില്ല. എന്താണ് ഒറ്റക്കാലിൽ കത്തം തീർത്ത് തരണ? അത് ഖറാമത്തായിട്ടൊന്നല്ല, നഫ്സിന് പണി കൊടുക്കുകയാണ്. ആര് വൈ മൊയ്തീൻ ശേഖർ റഹ്മത്തുള്ളാഹി അങ്ങനെ വിടൂലാന്ന് ഒരാളങ്ങനെ പറഞ്ഞില്ലേ? ഒരിക്കൽ രാത്രി എഴുന്നേക്കാൻ നഷ്ടപ്പെട്ടു പോയി, തഹജ്ജുദ് മുടങ്ങി. അയാൾ രാവിലെ മുഴുവൻ ഫുള്ള് കരച്ചില്, ബഹളം, പ്രശ്നം. രാത്രി പറഞ്ഞു, ഇന്ന് ഉറങ്ങുമെന്ന് വിചാരിക്കണ്ടല്ലേ, അന്നെ വിടൂല ഞാനെന്നൊക്കെ പറഞ്ഞു. ആരോട്? ഇതൊക്കെ നമ്മൾ വേറെ ആളോട് പറഞ്ഞ ഡയലോഗാണ്. ഏത്? അന്നെ ഞാൻ വിടൂലടാ, അന്നെ ഞാൻ എൻ്റെ കുടുംബ കൊള്ളം തൊണ്ടെന്നൊക്കെ. അതൊന്നും വേറെ ആളോട് പറയാനുള്ളതല്ല. ആരോടാ പറയണ്ടേ? അന്ന് വിടൂല ഞാൻ, അങ്ങനെ ആ കളിയൊന്നും നടത്തേണ്ടതാണ് അങ്ങനെ പറഞ്ഞു. പക്ഷെ രാത്രി അയാൾ പിടിച്ചിന്ന് എന്തായിപ്പോയി? ഉറങ്ങിപ്പോയി. അപ്പണ്ട് ഒരു ബടേമിയാൻ വന്നിട്ട് അയാൾ വിളിച്ചതിന് ആരെ? ഇയാളെ. അപ്പൊ ഒരു വയസ്സായ ഒരു താടിയൊക്കെ വെച്ചൊരു കാക്ക. അപ്പൊ വിചാരിച്ചു എല്ലാ ജമാഅത്ത് വന്ന ആളാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അയാൾ നിങ്ങളാരാ ചോദിച്ചു. ഞാനാരുമല്ല, ഞാനാരായാലും കുഴപ്പമില്ല, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചോളി തന്നെ. അല്ല, അയാളാകെ സങ്കടമായി, പഠിച്ചവനെ തഹജ്ജുദ് പോയതിനിപ്പം തന്നെ. എന്നാൽ ഈ ബടേമിയാനോട് വലിയ ഉപകാരമുണ്ട്, നിങ്ങൾ ആരാണ് ഈ വയസ്സയാള്, നിങ്ങൾ ആരാന്നൊക്കെ ചോദിച്ചു. ഇത്തരം കൂടി അയാൾ പറഞ്ഞു, ഞാൻ മറ്റേ കാക്കുവാണ് അറിഞ്ഞു. കാക്കു? ശൈത്താനാണ് അറിഞ്ഞു. അപ്പൊ ഇയാൾക്ക് അതിനേക്കാളും വലിയ അത്ഭുതം, ശൈത്താൻ തഹജ്ജുദിന് വിളിക്കുന്നു. അപ്പൊ ഇയാള് പറഞ്ഞു, ഇന്നലെ ആ കരച്ചിലുണ്ടല്ലോ, ഏത് ആ പോയതിന്റെ കരച്ചിലുണ്ടല്ലോ, അതിന്റെ പേരിൽ എന്റെ പാവങ്ങളൊക്കെ പുറത്ത് എന്റെ ദർജ എവിടെയാണെന്ന് എനിക്കറിയോ. ഇന്നും കൂടി എങ്ങാനും അങ്ങോട്ട് പോയിട്ട് ഇജ്ജ് കരഞ്ഞാല് അതുകൊണ്ട് അതിനേക്കാളും നല്ല എന്താക്കലാണ്. മനസ്സിലാണ്ടാ പറഞ്ഞ്. അതുകൊണ്ട് ഇവര് നെഫ്സിന് പണിയെടുക്കായിരുന്നു. ഒരാളെ വലത്തെ കാലിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി, അപ്പൊ തന്നെ അങ്ങോട്ട് കയറി, വലത്തെ കാലിച്ച് കയറിയിട്ട് ഇടത്തെ കാലിച്ചോട് പോയി. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? ഇതൊക്കെ നെഫ്സിനുള്ള തെർബിയത്താണ്. മൗലാന ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനായ പണ്ഡിതനാണ്. ഇൽമി രംഗത്ത് വലിയ സേവനം അർപ്പിച്ച ഒരാളാണ്. ദാറുൽ ഉലൂം പണ്ഡിതനാണ്, വലിയ മഹാനായ പണ്ഡിതൻ. ഇൽമി രംഗത്ത് വലിയ സേവനം അർപ്പിച്ച ഒരാളാണ്. ദാറുൽ ഉലൂം ദയൂബന്ദ് നിങ്ങൾ കേട്ടണോ? നിങ്ങൾ കണ്ടണോ?
ആരൊക്കെയാണ് കാണാത്ത ആൾക്കാർ? അതാണ് കൂടുതലുണ്ടാകുക. എന്നാലേ ഡൽഹിക്ക് പാസ്പോർട്ടൊന്നും വേണ്ട. ഡൽഹിക്ക് പോവുക, അവിടെ നിന്നിട്ട് സഹാറംപൂർ ബസ് കയറിയാൽ ദൈവബന്ധം ഇറങ്ങാം, അല്ല ട്രെയിനിൽ കയറിയാൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് പോകാൻ നീയത്ത് വെച്ചോടി. ഒരു ഇൽമിന്റെ കേന്ദ്രമാണിത്. ദാറുലും ദൈവബന്ധം ഇവിടെ കുറെ ആബുകൾ പറയലുണ്ട്, ഇവിടുത്തെ ലോകം മറ്റേത് ഇതാണെന്ന്. ദാറുലും ദൈവബന്ധത്തിലെത്തി ഞങ്ങൾക്ക് മനസ്സിലാവും. സ്വന്തം പോസ്റ്റ് ഓഫീസ് ഉണ്ടായി എന്ത് ആ മദ്രസന്റെ ഉള്ളിൽ. അത്ര വിശാലമായ മദ്രസ, ആയിരക്കണക്കിന് മക്കൾ പഠിക്കണേ. ഏത് കൊല്ലം ബ്രിട്ടീഷുകാരോട് പോരാടാൻ വേണ്ടി വരെ ഉലമാക്കളെ തയ്യാറാക്കിയതാണ്. ഒരു മാതള മരത്തിന്റെ ചോട്ടിൽ ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അലൈഹി കുറച്ച് മുതഅല്ലിമീങ്ങളെ വെച്ച് ഓതി തുടങ്ങിണ്ടാക്കിയ മദ്രസയാണ്. അതിന്റെ പേരിലാണ്, അദ്ദേഹത്തിന്റെ പേരിന്റെ ബാക്കിയാണ് അൽ ഖാസിമി എന്ന് എന്ത് ചെയ്യുന്നത്, ആ ചേർത്ത് കൊടുക്കുന്നത്. ഖാസിം നാനൂത്തവിന്റെ പേരാണ് അൽ ഖാസിമി എന്നുള്ളത്. ഇവിടെ കുറെ അബൂക്കുണ്ട് ആ പേര്. എന്നിട്ട് ഓല പേര് വെച്ചിട്ട് തെറിയറിയ ആരെ? ഓലെന്നെ. ഉളുപ്പ് വേണ്ട ചങ്ങായിമാർക്കൊക്കെ. തലച്ചോറില്ലേറ്റൊക്കെ കൊന്നു. തലച്ചോറ് വേണ്ടേ? ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി. ആ ഖാസിം നാനൂത്തവിനെ കുറിച്ച് ഞാനൊരു ഇതിൽ വായിച്ചപ്പം ഖാസിം നാനൂത്തവി അദ്ദേഹത്തിന്റെ ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് അഹങ്കാരം കൂടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആർക്ക് തോന്നാണ്? ഞമ്മക്കൊക്കെ തോന്നല് ഊണ് അഹങ്കാരം ഉണ്ട് എന്നാ തോന്നല്. ഖാസിം നാനൂത്തവി പറയാണ്, എനിക്ക് അഹങ്കാരം ഉണ്ടെന്ന് എന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്, അതിനെന്തെങ്കിലും എനിക്കൊരു മരുന്ന് വേണമെന്ന്. ആരോട്? നമ്മൾ കാരണം പറയല്ലോ, എനിക്കൊരു ഷുഗർ ഉണ്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ കാലുവേദന ഉണ്ട്, ഒരു മരുന്ന് വരുമെന്ന് ഡോക്ടറോട് ചോദിക്കണ മാതിരി അദ്ദേഹത്തിന്റെ ഉസ്താദ് ഷെയ്ഖിനോട് പറഞ്ഞു. അപ്പൊ ഷെയ്ഖ് കൊടുത്ത പണി എന്താണറിയോ? അദ്ദേഹം ദാറുൽ ഉലൂമിന്റെ പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോൾ, ദാറുൽ ഉലൂമിന്റെ പ്രിൻസിപ്പൾ പറഞ്ഞാൽ ഇന്നും അതൊരു ഭയങ്കര പോസ്റ്റാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞത്, അവിടുത്തെ മഹല്ല് മസ്ജിദ്, ടൗണിലെ മസ്ജിദ്, ആ മസ്ജിദിൽ നിസ്കരിക്കാൻ വരുന്ന മുസല്ലികളുടെ ചെരുപ്പ് ഇങ്ങോട്ട് ഊരിറ്റതൊക്കെ തിരിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു ഷെയ്ഖ്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? ഇവിടുത്തെ വലിയൊരു ഖത്തീബിനോട് പറയാണ്, ഈ പള്ളി വരുന്ന ആൾക്കാരെ ചെരുപ്പൊക്കെ തിരിച്ചു വെക്കണം. അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വെക്കാണ്. ഖാസിം നാനൂത്തവി തിരിച്ചു വെക്കാണ്. എന്നുവെച്ചാൽ നഫ്സിനുള്ള തെർബിയത്ത് കൊടുക്കാണ്. നമുക്കൊന്നും അങ്ങനത്തെ തെർബിയത്തുമില്ല, ഒന്നുമില്ല. നമ്മളങ്ങോട്ട് നടക്കാണ്. വലിയ കുത്തുബുൽ അക്താബ് ആരെന്നെയാണ്? ഞാൻ തന്നെയാണ്. ആഫ് തിരിഞ്ഞാൽ ഫുള്ളാക്കും നമ്മള്. മനസ്സിലായിണ്ട നിങ്ങൾക്ക്? അതുകൊണ്ട് ഓരൊക്കെ തെർബിയത്തിന്റെ വഴികളാണത്. തെർബിയത്തിന്റെ വഴികൾ അതൊരു വലിയ സംഭവങ്ങളാണ്. നമ്മൾ ഈ കാര്യങ്ങളെ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുക. നമ്മളെ ജീവിതങ്ങളെ പാഴാക്കാതിരിക്കുക. ജീവിതങ്ങളെ പാഴാക്കാതെ എന്തെങ്കിലുമൊക്കെ നേടാനുള്ള ശ്രമം നടത്തണം. അല്ലാതെ വെറുതെ ഇങ്ങനെ പോയാൽ ഒന്നും ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ പോയാൽ ഒന്നും ഉണ്ടാകാതെ അങ്ങനെ പോവും. ജീവിതം അങ്ങനെ തീരും. നമ്മളെന്തോ സംഭവം നമുക്ക് തോന്നുന്നല്ലാതെ ആഖിറത്തിലെത്തിയാൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു ഒരാളോടും ഒരക്രമം ചെയ്യൂല. ചെയ്യുന്ന നന്മകൾ മുഴുവൻ അവിടെ ഉണ്ടാവും. ആർക്കും ഒന്നും നഷ്ടപ്പെടൂല. അതുകൊണ്ട് സുഖങ്ങൾ അനുഭവിക്കുന്നതിന് ഒരു പരിധി നമ്മൾ നിശ്ചയിക്കണം. നമ്മളെ നഫ്സിനടുക്ക് പണിയൊക്കെ കൊടുക്കണം. മനസ്സിലായില്ലേ? പഴമക്കാർ പറഞ്ഞ മാതിരി പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും കാട്ടിക്കൂടരുത് എന്ന് പറയും. ഇന്ന് പൈസ ഇല്ലാഞ്ഞിട്ട് ആൾക്കാർ ഉള്ള മാതിരി എന്ത് ചെയ്യാണ്? പൈസ ഇല്ല എന്നിട്ടും പൈസ ഉള്ള മാതിരി എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ്. കല്യാണങ്ങളും സൽക്കാരങ്ങളും ബാക്കിയുള്ളതൊക്കെ. ഓലൊക്കെ പാടെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഓരോ ദിവസം ഓരോ ചങ്ങായിമാർ ഓരോന്ന് ആലോചിക്കുക, അങ്ങനെ ഉണ്ടാക്കുക, അതിങ്ങനെ ആയി വരിക. എത്ര വട്ടം ദീനുണ്ടാക്കാൻ ഭയങ്കര മെനക്കെടാ. ബാത്തിലുണ്ടാവാൻ ഈ അപ്പമാതിരി കമ്മ്യൂണിസ്റ്റ് അപ്പം ഉണ്ടാകുന്ന മാതിരി തൊട്ടവാടി ഉണ്ടാകുന്ന അങ്ങനെ ഉണ്ടാകുകയാണ്. അപ്പൊ ഞാൻ വേറെ ചെക്കനോട് ഇങ്ങനെ സംസാരിച്ചാൽ പറഞ്ഞു, ഇപ്പൊ അതൊക്കെ പോയി, ഇപ്പൊ മുട്ടായി കെട്ടൽ കല്യാണം ഉണ്ട് പറഞ്ഞു. മുട്ടായി കെട്ടൽ കല്യാണ വിഷയം. അപ്പൊ എന്താ പറഞ്ഞാൽ ഈ കാണാൻ പോകുമ്പോൾ എന്ത് കൊടുക്കണം? ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി പറയാ ഞാൻ. അപ്പൊ എല്ലാവരും പാടെ കൂടി മുട്ടായിയൊക്കെ കൂടി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയല്ലോ. മനസ്സിലായില്ലേ? എന്തൊക്കെയോ മുട്ട, എല്ലാവർക്കും ഓരോ മുട്ടായി. ഇയാൾ പോകണം, ഇയാൾക്കൊരു മുട്ടായി, ഇയാൾക്ക് വേറെ ഇത്, ഇയാളെ തോണി, ഇയാളെ കോണി, ഇയാളെ ജീപ്പ്, ഇയാളെ ബുർജ് ഖലീഫ, അയാൾ മറ്റേത്, അത് ഇത് കണ്ട സാധനങ്ങളൊക്കെ ഓരോ പേരിൽ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മഹല്യാർക്ക് തിന്നാനുള്ള മുഴുവൻ മുട്ടായി ആയിട്ടാണ് ഈ അവള് പോണത്. എന്നാൽ ഒരു ഉറുപ്പ്യ ഉണ്ടാവില്ല വരയില് എന്തെങ്കിലും ദീന്റെ കാര്യം പറഞ്ഞാൽ.
ഇതിനു പോലെ ഉണ്ടായിട്ടല്ല. അപ്പുറത്തെ സുലൈമാക്കിയും പെണ്ണുങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മയമാക്കിയും ഫാത്തുമാത്തിയും ചെയ്തില്ലെങ്കിൽ പ്രസ്ഥാനം വിചാരിച്ചിട്ട് ചെയ്യാൻ. തിന്മകളിൽ പൊങ്ങച്ചത്തിൽ നമ്മളെ നാട് നീങ്ങി ദരിദ്രായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഖിക്കുമ്പം കുറച്ച് ശ്രദ്ധിക്കണത് നല്ലതാണ്. അതിന്റെ അർത്ഥം സുഖിക്കണ്ട ഒരു പൊട്ടനായി ജീവിക്കണമെന്നൊന്നല്ല. ഉള്ളതും അതിന്റെ മട്ടും മാന്യതയും ഭവ്യതയും ഭക്തിയും അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കതാണ്, 4 മടക്കണ്ട. ഇനി എത്ര മതി? 2 മതി. എന്താ മടക്കിയത്? നല്ല ബെഡല്ലേ ആണോ? അല്ല, ചാക്ക്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് സാറുമാരെ മശറിലെത്തിയ അവർക്ക് നരകം കാണിച്ചെടുത്തിട്ട് പറയും, സുഖമൊക്കെ അവിടെ ആസ്വദിച്ചില്ലേ, ഇനി ഇവിടെ ഇത് അനുഭവിച്ചോളീ എന്ന് പറയും. ഫല്യൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നത്തെ ദിവസം നിന്ദ്യമായ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളീൻ. ബിമാ കുൻതും തസ്തക്ബിറൂൻ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ചത് കാരണം, കിബിർ കാണിച്ചത് കാരണം. ഇവിടൊക്കെ നടക്കുന്നത് അതാണ്, കിബിർ. വണ്ടിമേൽ കിബിർ, വീടുമേൽ കിബിർ, മക്കളുടെ വിദ്യാഭ്യാസത്തിൽ കിബിർ, എല്ലാത്തിലും കിബിർ. ഒരാളെ മൂക്ക് ഫുൾ A+ കിട്ടിയാൽ അതിന് കിബിറായി. അപ്പുറത്തെ വീട്ടുകാർക്ക് അസൂയായി. അവിടെ SLC പഠിച്ചാൽ ആരുമില്ല, എന്നാലും വെറുതെ പോയിന്ത്. ആർക്ക് മനസ്സിലായില്ലേ? വെറും കിബിറും കുയിന്തും പകിയായിട്ട് ഈ നാട് ജീവിച്ച് തീർക്കാൻ. എന്താണ്? ലക്ഷ്യങ്ങളില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ കിബിർ നടിച്ചത് കാരണം, അഹങ്കരിച്ചത് കാരണമായി. ബിഗൈരിൽ ഹഖ്, എന്തില്ലാതെ? ഹക്കില്ലാതെ. ഹക്കുണ്ടാവും ചില സന്ദർഭത്തിൽ, ആ സമയത്ത് അഹങ്കാരം കാട്ടേണ്ടി വരും. അഹങ്കാരം കാട്ടേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, തങ്ങളുടെ മേൽ ഇങ്ങനെ കുറച്ച് ഞെട്ടിക്കൽ പരിപാടി ഇങ്ങനെ നടന്നപ്പോൾ നബി തങ്ങൾ ശാസനങ്ങൾ പറഞ്ഞു, അന നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ്, ഞാൻ കള്ളനല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാടാണ്. അന നബിയുൻ ലാ കദിബ്, ഞാൻ നബിയാണ്, ഞാൻ കള്ളനല്ല. അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാടാണ്. ഞാൻ അബ്ദുള്ളന്റെ മോനാന്നല്ല പറഞ്ഞത്, പിന്നെ കാരണം അവിടെ അഡ്രസ്സുള്ള ആളാരാണ്? ഇത് നബി തങ്ങൾ ശാസനങ്ങളുടെ വാക്കാണ്. എന്നുവെച്ചാൽ ഒരു പൊട്ടനൊന്നും ആയിരുന്നില്ല. ആരുമായി? നബി തങ്ങൾ ശാസനങ്ങൾ പറയേണ്ടടുത്തൊക്കെ മട്ടത്തിന് പറയാനും നിൽക്കാനൊക്കെ അറിയാൻ പറ്റുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ പറയേണ്ട സ്ഥലം വരുമ്പം അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, ഹക്കില്ലാതെ അഹങ്കരിക്കാം. പിന്നെ വബിമാ കുൻതും തഫ്സുഖൂൻ, നിങ്ങൾ തെമ്മാടികളായി തോന്നിയാസികളായി ജീവിച്ചത് കാരണമായിട്ട്. തോന്നിയാസി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്താ തെറിയാണെന്ന്. തോന്നിയതുപോലെ ജീവിക്കണതിന്റെ പേരാണെന്ത്? മനസ്സിലായില്ലേ? തോന്നിയതുപോലെ നമ്മളൊക്കെ ഇപ്പൊ എങ്ങനെ ആൾക്കാർ ജീവിക്കണേ? തോന്നിയമാതിരി. നമ്മളെ മുടിന്റെ കാര്യത്തിൽ നമുക്ക് നിലപാടില്ല, നമ്മളെ കുപ്പായത്തിന്റെ കാര്യത്തിൽ, നമ്മളെ പാന്റിന്റെ കാര്യത്തിൽ, നമ്മളെ വണ്ടിന്റെ കാര്യത്തിൽ, നമ്മളെ പെരന്റെ കാര്യത്തിൽ, നമ്മളെ കല്യാണത്തിന്റെ കാര്യത്തിൽ, നമ്മളെ പഠനത്തിന്റെ കാര്യത്തിൽ, നമ്മളെ സമ്പാദ്യ മാർഗത്തിന്റെ കാര്യത്തിൽ, ചെലവഴിക്കുന്ന കാര്യത്തിൽ ഒന്നും എന്തില്ല. നമ്മക്കെങ്ങനെ തോന്നണോ നമ്മളതിന് ചെലവാക്കും, നമ്മളങ്ങനെ ജീവിക്കും. പെൺകുട്ടികളൊക്കെ ഷർട്ടും പാന്റൊക്കെ ഇടൽ തുടങ്ങി. നല്ല നല്ല വാപ്പാര മക്കള്. ഞാൻ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അപ്പം നല്ല ഫുള്ള് മറച്ച ഒരു ഉമ്മ, പർദ്ദക്കെട്ടിന് നല്ല മസ്തക്കെട്ടാണ്, മുടിയൊന്നും കാണാതെ നല്ല മറച്ച് ഒരു നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഉമ്മ. അപ്പൊ നമ്മളവിടെ ഇങ്ങനെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ പാന്റും ജീൻസും കൊണ്ട് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ പോകുന്നുണ്ട്. ആ പെൺകുട്ടി അങ്ങനെ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലായിരിക്കും. ഉമ്മാണ് ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുവന്നത്. എന്നിട്ട് ആ റൂമിൽ പോയിട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ ഉമ്മാനങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പാന്റും ഷർട്ടും. ഈ ഉമ്മക്കൊന്ന് പറഞ്ഞാൽ മതി, മോളെ ഈ പെണ്ണാണ് അത് എടുക്കേണ്ടതാണ്. പക്ഷെ അല്ല. അപ്പൊ ഈ വീഡിയോ നിൽക്കണ ചെക്കണ്ട്, ഓൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇതാണ് ഇങ്ങനെ പോണത്, ട്രെൻഡ് എന്നൊന്നല്ല, ഇപ്പത്തെ ഇതിങ്ങനെയാണ്. ഈ ആൾക്ക് നമ്മൾ കയ്യില്ലെന്ന് ചോദിച്ചാൽ അവർ പറയും ഇപ്പൊ കയ്യിൽ വരുന്നില്ല അറിയും. ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഇങ്ങനത്താണ് അറിയും. ഓലെന്താ കൊണ്ടേക്കണ അത് ഇടണ്ടേ?
ഗതികേടിൽ നമ്മൾ എത്തുകയാണ്. സത്യം. ഇപ്പൊ എന്താണ് അറിയും, എന്തൊക്കെ ഒരു പേരൂടും. ഇപ്പൊ എല്ലാ കുട്ടികളും, നല്ല ദീനുള്ള കുട്ടികളെ ഷർട്ട്, പാന്റ്, തേർട്ട്. നബിതങ്ങൾ ശാസനങ്ങൾ പറഞ്ഞു, ലാനല്ലാഹുൽ, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷവേഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാന്റ് കുപ്പായക്കാരതാണ്. നമ്മൾ വാങ്ങി കൊടുക്കാണ്. ഈ ഇരിക്കണ നമ്മളെ മക്കളിൽ ആരൊക്കെ ഇടുണ്ട് നിങ്ങൾ ആലോചിച്ചോക്കി. അള്ളാന്റെ ശാപ കുട്ടീൻ്റെ ഉണ്ടായാൽ നമ്മൾ കായ് കൊടുത്തിട്ടാണ്. നമുക്ക് പറയാനും ധൈര്യമില്ല, നമുക്ക് ചെയ്യാനും ധൈര്യമില്ല. കാരണം നമ്മളെ മക്കളെ അവിടെ കൊണ്ട് എത്തിച്ച് നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ട് ചേർത്തിയാൽ ആ സ്ഥലത്തുള്ള ട്രെൻഡാണ് ഒരിക്കൽ ട്രെൻഡ്. ഓരോ ചങ്ങാഴ്ചകളാണ് അത് തീരുമാനിക്കൽ, ഓരോ ചങ്ങായിമാരാണ് അത് തീരുമാനിക്കൽ. നമുക്കൊന്നും പിന്നെ അവകാശമില്ല. പൈസ ഉണ്ടാക്കുക, കൊടുക്കുക, അതാണ് ആരെ പണി? നമ്മളെ പണി ഇല്ല. വഴി ഇല്ല. അതുകൊണ്ട് ഡ്രസ്സ് എടുക്കുമ്പോഴും കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. കാരണം തോന്നിയതുപോലെ ആയാൽ നാളെ ആഖിറത്തിൽ നരകം കാണിക്കപ്പെടും, നരകത്തിൽ തള്ളപ്പെടും. അവിടെ ഈ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. നമ്മളെ പൊന്നാര മക്കൾ നരകത്തിനെ കത്തിക്കാനുള്ള വറകുള്ളിയായാൽ ആർക്കാ സഹിക്കുക? നിങ്ങൾ പറയും, ഏത് ഉമ്മക്ക് സഹിക്കും? ആ ഉമ്മക്കറിയോ എൻ്റെ മോളെ ഞാൻ നരകത്തിന്റെ വറകുള്ളിയാക്കാൻ? പാവം അമ്മക്കറിയില്ല. നമ്മളാണെങ്കിൽ അറിയേണ്ട കാര്യങ്ങളൊന്നും അറിയണമില്ല, പഠിക്കണമില്ല. ഉസ്താദ്മാർക്കാണ് ഇത് പഠിപ്പിക്കാൻ നേരമില്ല. ഓല് തമ്മിൽ വേറെന്തൊക്കെ പരിപാടിയാണ്. അവിടെ ഇവിടെ അങ്ങനെ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഗതികളും പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അതുകൊണ്ട് മക്കളെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും, നമ്മളെ ജീവിതത്തിലൊന്ന് ശ്രദ്ധിക്കും. പൈസ ഒക്കെ ഉണ്ടെങ്കിലും ഒരു മട്ടത്തിന് നിൽക്കും. അതിൻ്റെ അർത്ഥം സൂയിക്കേണ്ട, ഒരു കള്ളിത്തുണി എടുത്ത് ഒരു കമ്മു നടക്കണമാതിരി. അതാ അങ്ങനെ നടക്കണേനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? എതിർത്തിട്ടുണ്ട്. അങ്ങനെ നടക്കാൻ പാടില്ല. എല്ലാ തന്ന നിയമത്തിനെ ആസ്വദിക്കണം. പക്ഷെ അതിലെന്തായത്? അഹങ്കാരം ഉണ്ടായത്. അള്ളാനെ മതി മറക്കാനും പാടില്ല, അള്ളാനെ മതി മറക്കാൻ പാടില്ല. അവിടെ ഈ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കും സഹോദരന്മാരെ.